ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ഒരു 100,000 കാര്യങ്ങൾ ചൈനയെ പറ്റിയിട്ട് നിങ്ങളുടെ മനസ്സിലൂടെ ഇങ്ങനെ പോയിട്ടുണ്ടാവും. അതിലൊരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ചൈനയുടെ പോപ്പുലേഷൻ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമാണ്. പക്ഷേ ഈ ചൈനയുടെ പോപ്പുലേഷൻ ഒരു പ്രത്യേകതയുള്ളത് എന്താണെന്ന് വെച്ചാൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു കുട്ടി മാത്രമേ പാടുള്ളൂ എന്ന് പറയുന്ന നിയമം വന്നതിന് ശേഷം അവിടെ യുവാക്കളുടെ എണ്ണം കംപ്ലീറ്റ് ആയിട്ട് കുറഞ്ഞു. അതുകൊണ്ട് തന്നെ യുവസമ്പത്തിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്നത് ആരാണ്? നമ്മുടെ സ്വന്തം ഇന്ത്യ. ആ സമ്പത്തിൽ നിന്നും ചെറിയൊരു സമ്പത്ത് ഇവിടെ ഈ വേദിയിൽ ഇന്ന് മാറ്റുരയ്ക്കാനായിട്ട് എത്തുന്നു. വെൽക്കം ടു എ യൂത്ത്ഫുൾ എപ്പിസോഡ് ഓഫ് ടാലന്റ് സ്റ്റാർ ഹോം മിനിസ്റ്റർ പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. ഇന്നത്തെ ഫസ്റ്റ് യുവ കോമളൻ കണ്ടസ്റ്റന്റ് പുൽപ്പള്ളിയിൽ നിന്നും ബിനോയ്. നെക്സ്റ്റ് കണ്ടസ്റ്റന്റ് പയ്യന്നൂരിൽ നിന്നും വർഷ ശ്യാം. നെക്സ്റ്റ് കണ്ടസ്റ്റന്റ് ഇടുക്കി കൂട്ടാറിൽ നിന്നും ജെറിൻ. ലാസ്റ്റ് കണ്ടസ്റ്റന്റ് തൃശൂർ പറപ്പൂരിൽ നിന്നും സൗമ്യ ശരത്. ഇനി യുവത്വത്തിന്റെ മൂർത്തിമത് ഭാവമായ മൂർത്തി കടന്നു വരൂ. ആളുകൾ തമ്മിൽ അകലം പ്രാപിക്കരുത്, എപ്പോഴും അടുത്തിരിക്കണം. അടുക്കുന്നതാണ് നല്ലത്, അല്ലേ? മനുഷ്യനിങ്ങനെ അടുത്തോണ്ടിരിക്കണമെന്നാണ് എല്ലാ വേദഗ്രന്ഥങ്ങളും എല്ലാ സ്ഥലങ്ങളിലും ഏറ്റവും കൂടുതൽ പറയപ്പെട്ടിട്ടുള്ളത്. പക്ഷേ മനുഷ്യനും മനുഷ്യനും തമ്മിൽ അടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകുന്നത് എവിടെയെന്നറിയാമോ? എവിടെയാ? ഞാൻ പറയില്ല. മനസ്സിൽ കളങ്കം ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് യുദ്ധക്കളങ്ങളിലാണ്. യുദ്ധം നടക്കുമ്പം ഈ എതിർ പാർട്ടി ഓപ്പോസിറ്റ് പാർട്ടി ഇങ്ങനെ അടുത്തടുത്ത് വരുന്തോറും മരിക്കുന്നതിന്റെ അളവ് കൂടിക്കൊണ്ടിരിക്കും. ഇവര് ദൂരെയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. അപ്പൊ ഇവിടുന്ന് ഒരു മിസൈൽ വിട്ടാൽ ദൂരെയാണെങ്കിലും അവർ മരിക്കത്തില്ലേ? അല്ല, എന്നാലും അടുക്കുന്തോറും ആളുകൾ മരിക്കുന്ന ആളിലെ തന്നെ മിസൈൽ അടുക്കുമല്ലേ ചെയ്തത് ആളുകളുടെ അടുത്തേക്ക്. മനസ്സിലാകുന്നില്ല കാര്യം. മിസൈൽ ഇവിടുന്ന് കത്തിച്ചു വിട്ടത് അങ്ങോട്ട് അടുക്കുവാണല്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് ആള് പോവാതുള്ള യുദ്ധമാണ് ഇത് പറഞ്ഞത്. സാധാരണഗതിയിലുള്ള പഴയ രാമായണത്തിലേക്ക് യുദ്ധമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അമ്പാണെങ്കിലും അടുത്തിരുന്ന് വിടണ്ടേ? അമ്പിനൊക്കെ പോണതിന് ഒരു പരിധിയില്ലേ? ചേട്ടൻ മഹാഭാരതം മറ്റേ സീരിയൽ കണ്ടിട്ടില്ലേ? ഇങ്ങനെ വിട്ടാതെ ഇങ്ങനെ നേരെ അപ്പുറത്ത് ചെന്ന് വെക്കും. ഇല്ല, ഞാൻ ആ മഹാഭാരത സീരിയലൊക്കെ ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ജനിച്ചിട്ടില്ല. പറഞ്ഞല്ലോ, യൂത്ത് ആണല്ലോ, നിങ്ങളതൊക്കെ കണ്ടിട്ടുണ്ടാകും, അതുകൊണ്ടാണ് പറഞ്ഞത്. പക്ഷേ എത്ര അടുത്താലും അകന്നാലും എവിടെ നിന്നാലും എല്ലാം ഒട്ടും രക്തച്ചൊരിച്ചിലില്ലാതെ കുറെ അറിവ് പകരുന്ന, രസം പകരുന്ന ഒരു യുദ്ധം അല്ലെങ്കിൽ ഒരു മത്സരമാണ് ഹോം മിനിസ്റ്റർ എന്ന് പറയുന്ന ഈ പരിപാടി. നമ്മുടെ ഇന്നത്തെ യുദ്ധത്തിന് തയ്യാറായിട്ടുള്ള പോരാളികൾ ഇവിടെ വന്ന് നിൽക്കുകയാണ്. ഇവരുമായിട്ടുള്ള നമ്മളുടെ പോരാട്ടം ഇവിടെ ആരംഭിക്കുകയാണ്. അതിനു മുമ്പ് വിശദമായിട്ട് ഒന്നുകൂടെയൊക്കെ പരിചയപ്പെടുന്നുണ്ട്. നിങ്ങളുടെ കൂട്ടത്തിൽ പഠിക്കുന്ന കുട്ടികൾ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല അല്ലേ? എല്ലാവരും ജോലി ചെയ്യുന്നവരാണ്. തൊഴിലല്ലേ? എന്തേലും ഒന്ന് പറയാമോ? ഇങ്ങനെ തലവലിക്കൊണ്ട് എന്നാ മറ്റേ ഹോട്ടലിലൊക്കെ ഒരു കൊടവേറിന്റെ പ്രതിമ വെക്കല്ലോ ഹോട്ടലിൽ ഇങ്ങനെ ആട്ടുന്നത്, അതുപോലെ ഉണ്ട്. ചേട്ടൻ ഇത്ര വലിയ മീശയൊക്കെ വെച്ചിട്ട് മിണ്ടാണ്. എന്തിന്റെ വർക്കാണ്? ഞാൻ ഹോട്ടലിലാണ് വർക്ക് ചെയ്യുന്നത്. കുക്കാണ്. കുക്കാണ്? ആ, അതിന് നമ്മുടെ നല്ലൊരു കൈയ്യടി നിങ്ങൾക്ക് തരേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഹോട്ടലിൽ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും കുറച്ച് സാധനങ്ങൾ എഴുതി വെക്കാറുണ്ടല്ലോ. ചേട്ടൻ ജോലി ചെയ്യുന്ന ഹോട്ടലിൽ ചേട്ടന്റേതായിട്ട് എന്ത് സ്പെഷ്യലാണ് ഞാൻ എഴുതി വെക്കാൻ പറ്റുന്നത്? ഇല്ല, സ്ഥിരമല്ലാത്തൊരു വെറൈറ്റി. അങ്ങനെ വെറൈറ്റി ആയിട്ട് അവിടെ ഒന്നും തന്നെ ഉണ്ടാക്കുന്നില്ല, എല്ലാം സ്ഥിരമായിട്ടുള്ളതുള്ളൂ. അല്ല, എന്നാലും നമ്മളൊരു ഇന്നോവേറ്റീവ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേ? എന്തെങ്കിലും ഒരു പാചകം പരീക്ഷിച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ പരീക്ഷണങ്ങളൊന്നും നടത്തിയില്ല. നിലവിലുള്ളതൊക്കെ തന്നെ ഷെഫ് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നും ഉണ്ടാക്കുന്നില്ല. ഇപ്പൊ പല ഹോട്ടലുകളിൽ ഈ പഴകിയ ഭക്ഷണം ഒന്ന് റെയ്ഡ് ചെയ്താൽ പഴയ ഭക്ഷണം കിട്ടുന്നു എന്നുള്ളൊരു പരാതിയുണ്ട്. സത്യം പറ, നിങ്ങളുടെ ഹോട്ടലിൽ പഴയത് കൊടുക്കണ്ടോ? ഇല്ല. നിങ്ങൾ പഴകിയ ഫുഡ് കഴിച്ചാൽ എന്ത് ചെയ്യും? എവിടുന്ന് വരുന്നു? പയ്യന്നൂരൊക്കെ പഴകിയ ഫുഡ് കിട്ടാറുണ്ടോ? ഇല്ല. ആണോ? ബന്ധത്തിൽപ്പെട്ട ആരെങ്കിലും ഹൈവേ പോലീസിൽ വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല. അവരുടെ ജാക്കറ്റ് തയ്ക്കുന്ന തുണി കൊണ്ടാണല്ലോ ചുരിദാർ തയ്ച്ചേക്കുന്നത്. കണ്ണടിച്ചു പോവാ. ഇത് നേരത്തെ അറിഞ്ഞ ഞാൻ കൂളിംഗ് ഗ്ലാസ് വെച്ചോണ്ട് മോളെ കാണാൻ വന്നാൻ. ഇപ്പൊ നോക്കിട്ടെ മുഖം ഒന്നും കാണില്ല, ഫ്ലൂറസെന്റ് ഗ്രീൻ. രാത്രി തിളങ്ങോ ഇത്? അറിയില്ല, ഇത് ഇതിനായിട്ട് വാങ്ങിക്കൊണ്ടുവന്നതാ. ഈ പരിപാടി പങ്കെടുക്കാൻ വേണ്ടി ചുരിദാറൊക്കെ മേടിച്ചോ? ദൈവമേ, എന്തെല്ലാം വികസനങ്ങളാണ് നമ്മുടെ ഹോം മിനിസ്റ്റർ കാണുന്നത്. പരിപാടി പങ്കെടുക്കാൻ വേണ്ടി പിള്ളേർ ചുരിദാർ മേടിച്ചു തുടങ്ങി. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ പുതിയ ചുരിദാർ മേടിച്ചോണ്ട് വന്നിട്ടുണ്ടോ? ഇല്ല, ഉള്ളത് തന്നെ. ഈ ചുരിദാർ അതിനു വേണ്ടി മേടിച്ചാണോ? എവിടുന്ന് വരുന്നു? തൃശ്ശൂർ. എവിടെ? പറപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലം. എന്ത് ചെയ്യുന്നു? ഞാൻ മഹീന്ദ്രയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഇറാമോട്ടോസിൽ CRM ആയിട്ട്. അവിടെ എന്ന് വെച്ചാൽ നല്ല വണ്ടി കച്ചവടം അതിന്റെ പരിപാടികളൊക്കെ ആയിട്ട് നിൽക്കുന്ന. ഏത് സെക്ഷനിലാണ് മഹീന്ദ്ര വർക്ക് ചെയ്യുന്നത്? ഞാൻ CRM ആയിട്ട്.
CRM എന്ന് വെച്ചാല് സെയിൽസിലെ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജർ. കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജർ, അതാണ് CRM അല്ലേ? എനിക്ക് പല ഫുൾ ഫോമുകളും അറിയാം. എനിക്ക് CRM അറിയായിരുന്നു. എങ്ങനെ അറിയായിരുന്നു? എനിക്കറിയായിരുന്നു. എനിക്ക് വിവരം ഏതെങ്കിലും കടയിൽ ജോലിക്കുന്നുണ്ടോ? അല്ല, അതിന് ബുദ്ധിമതി, വിജ്ഞാനം, കോമൺ സെൻസ്. CRM ഒക്കെ അറിയാം. നിങ്ങൾ എന്ത് ചെയ്യുന്നു? സാമിയാണോ? അല്ലല്ല, സാമിയല്ല, ഇലക്ട്രീഷ്യൻ ആണ് അല്ലേ? ഒരു റൂമിലെ ലൈറ്റിന്റെ സ്വിച്ച് എവിടെയാണ് പിടിപ്പിക്കേണ്ടത്? റൂമിലേക്ക് കയറി വരുന്നത് എൻട്രൻസിന്റെ സൈഡില് ഡോർ തുറക്കുന്നതിന്റെ ഓപ്പോസിറ്റ്. അറിയില്ലേ, പറയാമോ? ഒരു റൂമിലെ ലൈറ്റിന്റെ സ്വിച്ച് ആ റൂമിന്റെ വാതിലിൽ നിന്നാൽ കൈ എത്തുന്ന സ്ഥലത്തായിരിക്കണം പിടിപ്പിക്കേണ്ടത്. പ്ലഗ് പോയിന്റ് എവിടെയാണ് പിടിപ്പിക്കേണ്ടത്? പ്ലഗ് പോയിന്റ് അല്ലല്ലോ, ലൈറ്റിന്റെ പ്ലഗ് പോയിന്റ് അല്ല, ലൈറ്റിന്റെ പോട്ടെ, ചുമ്മാ ഒരു പ്ലഗ് പോയിന്റ് കയറി വരുമ്പോ ആദ്യം സ്വിച്ച് കിട്ടാവുള്ളൂ. പ്ലഗ് ബെഡിന്റെ സൈഡിൽ വേണം. നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യണ്ടേ? വേണ്ടേ? വേണം. കേറി വരുമ്പോ ബെഡിന്റെ സൈഡിൽ മൊബൈൽ ചാർജ് ചെയ്യാനായിട്ട് അല്ലേ? ബെഡ് ഉള്ളതിന്റെ സൈഡിലായിരിക്കണം പ്ലഗ്. ശരിക്കും നിങ്ങളുടെ വീട്ടിൽ ബെഡിന്റെ സൈഡിൽ പ്ലഗ് പോയിന്റ് ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് അച്ഛൻ വെച്ചേക്കുന്നത് മൊബൈൽ ചാർജ് ചെയ്യാനല്ല, നിനക്ക് ഷോക്ക് അടിപ്പിക്കാൻ വേണ്ടി വെച്ചേക്കുന്നത്, തല ശരിയാൻ വേണ്ടിട്ട് ഇതുപോലത്തെ കാര്യങ്ങൾ പറയുന്നതിന്. അപ്പൊ ഇനി നമ്മൾ ഏകദേശമൊക്കെ നമ്മുടെ ഓട്ടത്തിൽ വിശദമായിട്ട് വീണ്ടും പരിചയപ്പെടാം. ഈ പുതിയ ചുരിദാർ മേടിച്ചതിന് ഞാൻ എന്നും നന്ദിയോട് കൂടി സ്മരിക്കും. ഇത് വരുന്ന കണ്ടസ്റ്റൻസ് ഒക്കെ ഒരു ശീലമാക്കുക. നിങ്ങളും വരുമ്പം പുതിയ പുതിയ ഡ്രസ്സുകൾ മേടിച്ചിട്ടുണ്ട്, വർണ്ണാഭമായിരിക്കും. അതുപോലെ നല്ല കാര്യമാണ്. എനിക്കൊരു മുണ്ട് ഷർട്ട് മേടിച്ചു തരുമോ? എത്ര രൂപയുടെ മേടിച്ചു തരും? എന്തുകൊണ്ട് തരില്ല? ഞാൻ ജോലിയൊന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പൊ ആരെ പഠിക്കുന്ന ആരാണെന്ന് വെച്ചപ്പോ ആരും ഇല്ല, ജോലിയും ചെയ്യണല്ലോ, വെറുതെ ഇരിക്കണോ? ഞാനിപ്പോ PG കഴിഞ്ഞ് ഇങ്ങനെ ചുരിദാർ വാങ്ങിച്ച് നടക്കല്ലേ? അപ്പൊ ഇങ്ങനെ എനിക്കൊരു പരിപാടിക്ക് പോകണം, ചുരിദാർ മേടിക്കണം, വീട്ടുകാർ വേണ്ടതെന്ന് പറഞ്ഞില്ലേ? ഓമന മോളാണ്, എത്ര ചോദിച്ചാലും മേടിച്ചു തരും ചുരിദാർ? മോളല്ല, ഭാര്യയാണ്. ഓമന ഭാര്യയാണ്. ഭർത്താവാണ് മേടിച്ചു തന്നല്ലേ? ഭർത്താവ് മേടിച്ചു തന്ന ചുരിദാറാണല്ലേ? അതുകൊണ്ട് മോളല്ലാതായി. എന്നാലും കല്യാണം കഴിച്ചതിന്റെ പിറ്റേ ദിവസം തന്നെ അച്ഛനമ്മയും തള്ളി പറഞ്ഞല്ലോ, മോളല്ലെന്ന് പറഞ്ഞല്ലോ. എനിക്ക് അതിന് ചെറിയ സങ്കടമുണ്ട്. ഡ്രസ് വാങ്ങി തന്നത് കിട്ടിയതുകൊണ്ട്. ഡ്രസ് വാങ്ങി തന്നത് ഭർത്താവായതുകൊണ്ട്. ഭർത്താവ് മേടിച്ചു തരുമോ? എത്ര ഡ്രസ്സ് മേടിച്ചു? ഭർത്താവിനോട് ചുരിദാർ മേടിക്കാൻ കടയിൽ പോകുമ്പോൾ ഭർത്താവ് സെലക്ഷന് കൂടെ നിൽക്കുമോ, അതോ പുള്ളി ഒരു മൂലയ്ക്ക് ഇരുന്ന് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളി ബില്ല് കൊടുക്കുമോ? എവിടെയെങ്കിലും മൂലയ്ക്ക് ഇരിക്കും, എന്നിട്ട് ബില്ല് കൊടുക്കും. ബില്ല് കൊടുക്കാൻ വേണ്ടി മാത്രം. അപ്പൊ ഒരു ടാർഗറ്റ് തന്നാണ് ഇത്ര രൂപയ്ക്ക് മേടിക്കാവുള്ളൂ എന്നൊക്കെ പറഞ്ഞു വിടാറുണ്ടോ? ഇല്ല. എത്ര രൂപയ്ക്ക് വേണമെങ്കിലും മേടിച്ചോളാൻ പറയോ? ഇവിടെ ഇരിപ്പുണ്ടോ ഭർത്താവ്? ഒന്ന് കൈവക്കി കാണി. പുള്ളിക്ക് തുണിക്കടയിൽ ഇരിക്കണ പോലെ തന്നെ ഇവിടെ ഇരിക്കുകയായിരുന്നു. അല്ലെങ്കിൽ കിട്ടിയാ കിട്ടി, ഇല്ലെങ്കില്ല, പോയാ പോട്ടെ. നിങ്ങള് വിവാഹിതനാണോ? ഭാര്യക്ക് ചുരിദാറൊക്കെ മേടിച്ചു കൊടുക്കാറുണ്ടോ? അത്യാവശ്യം. അതായത് ടോപ്പ് മാത്രമോ? എങ്ങനെ മേടിച്ചു കൊടുക്കുന്നത്? എങ്ങനെ ചുരിദാർ? വിശേഷ ദിവസം അല്ലാതെ ഒരു ഹോം മിനിസ്റ്ററിന് പോവാന്ന് പറഞ്ഞാലൊന്നും ചുരിദാർ മേടിച്ചു കൊടുക്കില്ല അല്ലേ? ഓണം വരണം, അല്ലെ പിറന്നാളൊക്കെ വന്നാൽ ഒരു ചുരിദാർ മേടിച്ചു കൊടുത്താൽ കൊടുത്ത് അത്ര ഉള്ളു. അതിന് എത്ര ബഡ്ജറ്റ് ഇടും? ഒരു 2000 രൂപ. 2000 രൂപയ്ക്ക് നല്ല ചുരിദാർ കിട്ടും. അപ്പൊ ഇലക്ട്രീഷ്യൻ, മഹീന്ദ്രയിൽ ജോലി, വെറുതെ ഇരിപ്പ്, ഹൗസ് വൈഫ്, ഹോട്ടലിലെ കുക്ക്, നിങ്ങൾ തമ്മിലുള്ള ശക്തിയേറിയ മത്സരം ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് ചെറിയൊരു ബ്രേക്ക്. ലക്ഷ്മി ജ്വല്ലറി. സമൂഹം കുറ്റവാളികളെ സൃഷ്ടിക്കുന്നു, കുറ്റവാളികൾ സമൂഹത്തെ സംഹരിക്കുന്നു. അന്ന് സൗമ്യ, ഇന്നലെ ജിഷ, നാളെ ഇനി ആര്? മനസാക്ഷി മരവിക്കുന്ന കുറ്റകൃത്യങ്ങളുടെ അന്വേഷണം. ജാഗ്രത. ജാഗ്രത, തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9 മണിക്ക്. വെൽക്കം ബാക്ക് ടു ടാലന്റ് സ്റ്റാർ ഹോം മിനിസ്റ്റർ പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. നമ്മുടെ പരിപാടിയിലെ ഫസ്റ്റ് റൗണ്ടിന്റെ പേര് ശരിക്കും ശരിയല്ല. ഹലോ 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 തൃശ്ശൂർ കണ്ണസ്വാമിയോട് ചോദിച്ചാൽ മതി. പിന്നെ അതിൽ കോമനോട് ചോദിച്ചാൽ മതി. എല്ലാവർക്കുള്ള ഫുഡുകൾ ആവശ്യത്തിന് ഞാൻ തന്നെ കൊടുക്കുന്നത്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഫുഡ് സൂപ്പർ ആയിരുന്നു. എന്താ ബീഫ് കരിഞ്ഞു പോയിരുന്നോ? അത് കുഴപ്പമൊന്നുമില്ല, എല്ലാ തട്ടിയും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? പിന്നെ വിളിക്കാം. ഇവിടെ തനിക്ക് റേഞ്ച് ഇല്ലെങ്കിൽ ടെറസിന്റെ വെളിയിൽ പോയി വിളിക്കും. ഫ്ലോറിലോട്ട് കയറി വന്നിട്ടാണോ ഫോൺ ചെയ്യുന്നത്? റേഞ്ച് ഇല്ലാഞ്ഞിട്ടല്ല, ഇങ്ങോട്ട് തന്നെ വന്നതാ. ഇങ്ങോട്ട് തന്നെ കയറി വരാനാ? ആരാ? അല്ലെ, രാവിലത്തെ ഫുഡ് കഴിച്ചോ? കഴിച്ചായിരുന്നു. ഉച്ചക്കലത്തെ ഫുഡോ? പിന്നെ കഴിച്ചു. രാത്രിത്തെ ഫുഡ് കഴിക്കാറുണ്ടോ? വീട്ടിൽ പോയിട്ട് കഴിക്കുന്നത്. ഇതൊക്കെ തിന്നിട്ട് എന്നോട് ചോദിക്കുന്നു ഞാൻ ആരാണ്? ഞാനാണ് പാചകക്കാരൻ. നിങ്ങള് പാചകക്കാരനാണ്. പാചകക്കാരനാണെങ്കിൽ ഇവിടെ അല്ല, ബാക്കിലെ സ്ഥലം. എനിക്കറിയാം. ഞാൻ നിങ്ങളോട് എത്ര തവണയായി പറയുന്നു ആ ഫാൻ ഒന്ന് മാറ്റി തരാൻ.
എനിക്ക് അടുപ്പിൽ ഊതി ഊതി എന്തൊരു ചൂടാ. ആ ഫാൻ ഒന്ന് മാറ്റി തന്നൂടെ? ഓ പിന്നെ ഫാനിലൊക്കെ താൻ പറയത്തുള്ളൂ, താൻ അടുക്കള ബാക്കി പോയി. ഞാൻ നോക്കിയപ്പോ ഇവിടെ ആവുമ്പോ നല്ലൊരു സ്ഥലമുണ്ട്, അത്യാവശ്യം തണുപ്പുണ്ട്. നിങ്ങളുടെ ഒരു പരിപാടി എനിക്ക് കാണും ചെയ്യാം, എന്റെ പരിപാടി ഇവിടെ നടക്കും ചെയ്യും. ഫാനില്ല ചൂടാന്ന് പറഞ്ഞ് ഇവിടെ നിങ്ങൾ ഇരുത്താനൊന്നും പറ്റില്ല. പോയി ബാക്കിലോട്ട് പോകണം. എന്നാ പിന്നെ ആർക്കും ഫുഡില്ല. അയ്യോ എനിക്ക് ഭക്ഷണം വേണം. എനിക്ക് ഫുഡ് വേണം. ഫുഡ് വേണോ? ഫുഡ് വേണമെങ്കിൽ ആർക്കൊന്ന് പറക്കിട്ടോ. നന്ദിനി ഒന്ന് സഹായിച്ചേ. ഇല്ല പെറുക്കിക്കോ എപ്പോഴും ഞാനല്ലേ ഇവിടെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത് കേട്ടോ. നല്ല തങ്കപ്പെട്ട മനുഷ്യൻ. എല്ലാരും പറയും, എപ്പോഴും പറയും. അല്ല മോള് കൊടുത്തിട്ടാണ്. അല്ല ഈ പടവലം ഒന്ന് ചെയ്യുവാന്ന് സഹായിക്കോ? അയ്യോ ചേട്ടാ ഞാൻ ഈ പരിപാടിയുടെ ആങ്കറല്ലേ. അപ്പൊ ഇവനും പറഞ്ഞത് അത് തന്നെയാണല്ലോ. ഞങ്ങൾ രണ്ടുപേരും ഇതിന്റെ ആങ്കർ തന്നെയാ. അല്ല ഈ ആങ്കർമാര് ശരി എന്താ പടവലത്തിന്റെ തൊഴിൽ പോകത്തില്ലേ? ചേട്ടാ ഇത് മെനക്കേടാവൂ? 2 മെനക്കെടി ഞങ്ങൾ സഹിച്ചോളാം, കുഴപ്പമില്ല. നിങ്ങൾ റെഡിയാണല്ലോ? ആദ്യത്തെ ചോദ്യം കുക്കായ ചേട്ടനോട് തന്നെയാണ്. ബിനോയ് ചേട്ടനോടാണ് ചോദിക്കാൻ പോകുന്നത്. തലസ്ഥാന ജില്ലയിലെ ഏറ്റവും പ്രശസ്തമായ ലാൻഡ്മാർക്ക് ഏതാണ്? തലസ്ഥാന ജില്ല കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും പ്രശസ്തമായ ലാൻഡ്മാർക്ക് ഏതാണ്? സെക്രട്ടേറിയറ്റ്. നോക്കാം. %25 പേര് സെക്രട്ടേറിയറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വർഷ ഏതാണ്? കൈരളി തിയേറ്റർ ആണോ? IFFK ഉണ്ടാവും. കൈരളി തിയേറ്റർ. IFFK നടക്കുന്ന കൈരളി ശ്രീ തിയേറ്റർ ഏറ്റവും വലിയ ലാൻഡ്മാർക്ക്. നോക്കട്ടെ എവിടുന്ന് കിട്ടി കുട്ടി ഈ ബുദ്ധി? തിരുവനന്തപുരത്തും ഇത്രയും സാധനങ്ങൾ ഉണ്ടായിട്ട് കൈരളി ശ്രീ തിയേറ്റർ. അടുത്ത സിനിമ പ്രേമിയാന്ന് തോന്നുന്നു അല്ലേ? അതെ ഇങ്ങനെയൊക്കെ ഉത്തരം പറഞ്ഞാ എനിക്ക് ആൾക്കാർ കൂടുതലുണ്ടാവും കേട്ടോ. ശരിയാക്കി തരാം നമുക്ക്. ഇത് അടുത്ത് പാർലമെന്റ്. നോക്കാം. പാർലമെന്റ് തിരുവനന്തപുരത്തുണ്ട്, 5 എണ്ണം ഉണ്ട് ഇപ്പൊ പുതിയതായിട്ട്. ഒരു ബിൽഡേഴ്സ് പറയുക. ഇല്ല കേട്ടോ, തിരുവനന്തപുരത്ത് പാർലമെന്റ് ഇപ്പൊ എടുക്കുന്നില്ല പുതുതായിട്ട്. പത്മനാഭസ്വാമി ക്ഷേത്രം 16% പേര് പറഞ്ഞു. ഇനി 59% ബാക്കിയുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് അറിയില്ല. ചേട്ടാ തിരുവനന്തപുരത്ത് ഏറ്റവും പ്രശസ്തമായിട്ടുള്ള 2 ബിൽഡിങ്ങുകൾ, 2 ലാൻഡ്മാർക്കുകൾ ചേട്ടൻ പറഞ്ഞു. റെയിൽവേ സ്റ്റേഷൻ. വെറുതെ ചേട്ടൻ മാർക്കില്ല, ഞങ്ങൾ തുറന്നു നോക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ നോക്കട്ടെ. ഒരു കാര്യമില്ലാതെ 22% മാർക്ക് ചേട്ടൻ കിട്ടി. ഒന്നും തരാൻ പറ്റില്ല, പക്ഷെ സമ്മാനം ഒരു കഷ്ണം, ഒരു പ്രൈസിന്റെ ഒരു തുണ്ടസം പോലും ഞാൻ തരികയില്ല. ഞാൻ വരാം, എനിക്ക് വേണ്ടി വരും. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് ബാക്കി തുറന്നു നോക്കാം. ഓപ്പൺ സി. കോവളം ബീച്ച്. മദാമ്മമാരൊക്കെ ഉണക്കമീൻ കിടക്കണ പോലെ കിടക്കണ കണ്ടിട്ടില്ലേ കടൽ തീരത്ത്? ഓപ്പൺ ഡി. മ്യൂസിയം മൃഗശാല. ഈ പാർലമെന്റിന്റെ കാര്യം എന്താ? എവിടെ നിന്നെങ്കിൽ പാർലമെന്റ് എവിടെ? തിരുവനന്തപുരത്ത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ശരിക്കും പാർലമെന്റ് എവിടെയാ? ഡൽഹി. നിങ്ങൾ ഇനി തിരിച്ച് നാട്ടിൽ പോയ നിങ്ങളുടെ അവസ്ഥ എന്താ അല്ലേ? നാട്ടുകാരുടെയും കൂട്ടുകാരുടെ ഇടയിൽ പാർലമെന്റ് അംഗമായി നിങ്ങൾ മാറും കേട്ടോ. നമുക്ക് നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഭർത്താവിന്റെ ഓമന മകൾ. എത്ര ചുരിദാർ വേണേലും മേടിച്ചാലും ഭർത്താവ് പരാതി പറയാത്ത വർഷ അല്ലേ? നിങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നോ? ഉറപ്പായിട്ടും അല്ല. പക്ഷേ ഇവിടെ ഒരു ലവ് മാരേജ് മണക്കുന്നുണ്ട്. ആർക്കും ഉണ്ട്. ചേട്ടൻ ലവ് മാരേജ് അല്ലേ? ഫുഡ് കഴിച്ച് ഇഷ്ടപ്പെട്ടിട്ടില്ലേ? അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. പാർലമെന്റ്. ആ പെണ്ണിപ്പൊ വിചാരിക്കുന്നുണ്ടാവും ഈ പാർലമെന്റ് പണ്ട് നടന്നിരുന്നെങ്കിൽ ഞാൻ കേട്ടത്തില്ലല്ലോ എന്റെ ദൈവമേ. ഏതാ പാർലമെന്റിന്റെ ഭാര്യ? ഏതാ? ബാക്കിലുണ്ടോ? ഒന്ന് കൈവക്കിക്കേ. മത്സരമൊക്കെ പിന്നെ നിങ്ങളുടെ കഥ പറ. എങ്ങനെയുണ്ടായിരുന്നു വിവാദ പ്രേമമായിരുന്നോ? പറഞ്ഞു വിടേ. അയ്യോ മോനെ കെട്ടിക്കോ അങ്ങനെ പറയുകയാണോ ചെയ്തത്? പ്രശ്നമൊന്നുമില്ലായിരുന്നു. വീട്ടിൽ പറഞ്ഞു, സമ്മതിച്ചു. നിങ്ങൾ രണ്ടുപേരിൽ ആരാണ് മുൻപന്തി എടുത്തത് ഈ പ്രേമത്തിനൊന്ന് ഇതാവാൻ വേണ്ടി? മുൻകൈ എന്ന് വെച്ചാ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞില്ലേ പ്രേമം? നിങ്ങൾ എങ്ങനെ അതാരാ മുൻകൈ എടുത്തത്? പറഞ്ഞോ? നിങ്ങൾ അല്ല, അത് നുണയാണ്. പുള്ളിക്കാരത്തി ഒന്ന് പറഞ്ഞു അതല്ലേ പറയട്ടെ എന്നൊക്കെ ചോദിച്ചത്. നിങ്ങളൊരു ഭയചകിതനായ ഭർത്താവാണല്ലോ, എല്ലാം പറയട്ടെ എന്നൊക്കെ ചോദിക്കുന്നു പുള്ളിക്കാരത്തിയോട്. ഞാനൊക്കെ കല്യാണപ്രായപ്പോ പായയുടെ ഒരു പകുതി മടക്കി വെച്ചിട്ട് കിടക്കും. അപ്പൊ അമ്മ ചോദിക്കുമല്ലോ ഇതെന്താടാ പായ മടക്കി വെച്ചേക്കുന്നത്? ഓ അതിപ്പോ നിവർത്തി വെച്ചിട്ട് എന്തിനാ ചോദിക്കുന്നത്. അങ്ങനെയാണ് ഞാനിത് അരച്ചു കൊടുത്തോണ്ടിരുന്നത്. അപ്പം ചോദ്യം ഇതാണ്,
കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള തമിഴ് ചലച്ചിത്ര താരം ആരാണ്? രജനീകാന്ത്. രജനീകാന്ത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള തമിഴ് ചലച്ചിത്ര താരം. രജനീകാന്തിന്റെ ഏതൊക്കെ സിനിമ കണ്ടിട്ടുണ്ട്? കപാലി. അതിനു മുമ്പ് ഓർമ്മയില്ലേ? ഭാഷ കണ്ടോ? ഭാഷ ഉണ്ടായിരുന്നു. ഭാഷയിൽ രജനീകാന്തിന്റെ ജോലി എന്താ? ഓട്ടോക്കാരനായിരുന്നു. ഓട്ടോക്കാരനാണ്. ഭാഷ വീണ്ടും വരുന്നുണ്ട് രജനീകാന്തിന്റെ. 20 കൊല്ലത്തിന് ശേഷം വരുന്നുണ്ടെന്നാണ് കേട്ടത്. കേട്ടാ, രജനീകാന്ത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നോക്കട്ടെ ആദ്യം. %23 പേര് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ആള് വിജയ്. വിജയ്. വിജയ് എത്ര പേരുണ്ടെന്ന് നോക്കട്ടെ. 27% പേര് വിജയ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സൗമ്യ. സൂര്യ. സൂര്യ. ബിനോയ് ചേട്ടാ, ആരാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള തമിഴ് താരം? ധനുഷ്. ധനുഷ്. ധനുഷിന്റെ ഏതൊക്കെ പടം ചേട്ടൻ കണ്ടിട്ടുണ്ട്? ഞാൻ അധികം പടമൊന്നും കണ്ടിട്ടില്ല. ഒരു പടം കണ്ടില്ല ധനുഷിന്റെ. ധനുഷിനെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഊഹം ധനുഷിന്റെ കേട്ടിട്ടുണ്ട് എവിടെയൊക്കെയോ അല്ലേ? നോക്കട്ടെ ധനുഷിന്റെ അവസ്ഥ എന്താന്നുള്ളത്. കൈന്ന് പോയല്ലോ ചേട്ടാ. പക്ഷെ ഞാൻ അതിനോട് യോജിക്കുന്നില്ല. ഞാൻ ധനുഷിന്റെ ഭയങ്കര ഫാനാട്ടോ. എനിക്ക് ഇഷ്ടം ധനുഷ്. അതാ നിങ്ങള് ചെറിയ ഭൂരിപക്ഷം അല്ലേ? നിങ്ങളെ പോലെ കുറച്ചു പേരുള്ളൂ ഈ ലോകത്ത്. നമ്മൾ വേറെ ആൾക്കാർ കുറെ പേരുണ്ടല്ലോ. നമുക്ക് ബാക്കി ഒന്ന് തുറന്നു നോക്കാം അല്ലേ? ഓപ്പൺ ഡി. അജിത്ത് 14%. ഓപ്പൺ ഇ. വിക്രം 11%. ജെറിൻ റെഡിയാണല്ലോ? ചോദ്യം ചോദിച്ചോട്ടെ. കേരളത്തിന് പുറത്ത് മലയാളികൾ ഏറ്റവും കൂടുതൽ സന്ദർശിക്കാൻ ഇഷ്ടപ്പെടുന്ന ദക്ഷിണേന്ത്യൻ വിനോദസഞ്ചാര കേന്ദ്രം ഏതാണ്? ഗോവ. ഗോവ. ഗോവ സൗത്ത് ഇന്ത്യയിലാണോ? സൗത്ത് ഇന്ത്യയുടെ ബോർഡർ ആണ്. സൗത്ത് ഇന്ത്യ അങ്ങനെ പറയാറില്ല. നോക്കാം, ഗോവ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നോക്കട്ടെ. കൈതു പോയല്ല. ഗോവയും പോയി, പാർലമെന്റും പോയി. അതാണെങ്കിൽ യൂണിയൻ ടെറിട്ടറിയാണ് ഗോവ. അവിടെ പാർലമെന്റിലും പെടുന്നില്ല. മൊത്തം പാർലമെന്റ് ഭരണ പ്രദേശമാണ്, കേന്ദ്രഭരണ പ്രദേശമാണ്. പക്ഷെ കൈന്നുപോയി. ന്യൂഡൽഹി. ന്യൂഡൽഹി. സൗത്ത് ഇന്ത്യയിലോ? മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. എന്താ ചേട്ടാ? ന്യൂഡൽഹി വിനോദസഞ്ചാര കേന്ദ്രമാണ്. വിനോദസഞ്ചാരികളെ ഇത്രയധികം ആകർഷിക്കുന്ന മറ്റൊരു സ്ഥലം സൗത്ത് ഇന്ത്യയിലില്ല. ശരിക്കും പാർലമെന്റ് ന്യൂഡൽഹി ഒക്കെ ആയിട്ട് ഇന്ന് മുഴുവൻ കയ്യിൽ പോയി കിടക്കട്ടെ. എന്താ സംഭവം എനിക്ക് അറിയാൻ പാടില്ല. ന്യൂഡൽഹി ഞാൻ നോക്കട്ടെ. ഞാനാണെങ്കിൽ ഏറ്റവും ആദ്യം ഇന്ത്യയുടെ യുവസമ്പത്ത് ഈ വേദിയിലേക്ക് വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാരും ഇനി പാസ്പോർട്ട് കാണിക്കണം, എന്നാലേ യുവാക്കളെ ഞാൻ സമ്മതിക്കുള്ളൂ കേട്ടാ. അതും കഴിഞ്ഞു. അടുത്തത് കുക്കേട്ടൻ. ബിനോയ് ചേട്ടാ. മൂന്നാർ. കേരളത്തിന് പുറത്ത് ഏറ്റവും നല്ല സ്ഥലം മൂന്നാർ. ദക്ഷിണേന്ത്യയിൽ കേരളത്തിന് പുറത്ത് മൂന്നാർ. നിങ്ങൾ സംഘടിതമായിട്ട് ഇങ്ങനെയാണോ? നോക്കട്ടെ. മൂന്നാർ. കയ്യിൽ പോയല്ലോ. നല്ല ഗുണം എല്ലാവർക്കും കിട്ടുന്നുണ്ട്. ബാംഗ്ലൂർ. സഹിക്കാവുന്ന ഒരു ഉത്തരമാണ്. കൊള്ളിക്കാം. ബാംഗ്ലൂർ. നോക്കട്ടെ. %10 പേരാണ് ബാംഗ്ലൂർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ചേട്ടൻ കറിക്ക് ഉണ്ടാക്കുവാണോ അതോ പടവലം കൊണ്ട് കരകൗശല വസ്തുക്കളും ഉണ്ടാക്കുവാണോ? അല്ല സാറേ, ഈ വക ഉത്തരൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഞാൻ പിന്നെ എന്ത് സാധനങ്ങൾ ഉണ്ടാക്കാൻ ഇവിടെ ഇരുന്നിട്ട്. ശരിക്കും നിങ്ങൾ അവിടെ എന്താണ് ഇതിൽ നല്ല സാധനങ്ങൾ പറഞ്ഞത്? അങ്ങനെയാണ് ചേട്ടൻ പറ. ഈ കേരളത്തിന് പുറത്ത് സൗത്ത് ഇന്ത്യയിൽ ആൾക്കാർ ഏറ്റവും കൂടുതൽ ടൂർ പോകാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലം ഏതാ? അപ്പൊ മൈസൂര്, ചെന്നൈയില് മെറീന ബീച്ച് ഉണ്ട്, സെന്റ് തോമസ് മൗണ്ടുകൾ ഉണ്ട്, അങ്ങനെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. ഈ ചേട്ടനെ പിടിച്ച് അവിടെ നിർത്തിയല്ലോ. അല്ല, ഹോം മിനിസ്റ്ററിന്റെ ഒരു പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങളുടെ പാചകം ചെയ്യുന്ന ആള് വരെ പൊതുവിജ്ഞാനത്തിന്റെ ഭണ്ഡാകാരമാണെന്ന് എനിക്ക് മനസ്സിലായില്ലേ. പുള്ളി ചെയ്യുന്ന പണി പാചകം ഒഴിച്ച് എല്ലാ കാര്യവും പുള്ളിക്ക് നന്നായിട്ട് അറിയാം. അത് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടാ. ഓപ്പൺ എ. ഊട്ടി. നമ്മളുടെ ബന്ധം ഊട്ടി ഉറപ്പിക്കണമെന്ന് പലരും പറയുന്നില്ല. ഹണിമൂൺ അതിനുവേണ്ടി ഊട്ടിയിലേക്ക് പോകുന്ന എല്ലാവരും. ഓപ്പൺ ബി. കൊടൈക്കനാൽ. ഓപ്പൺ സി. മൈസൂർ. ഓപ്പൺ ഡി. കന്യാകുമാരി. എനിക്ക് ഇപ്പൊ നിന്നപ്പം പെട്ടെന്ന്
നമ്മുടെ പാട്ട് പാടുന്ന മിൻമിനി ചേച്ചിയുടെ ഒരു ചായ തോന്നി ഒരു സെക്കൻഡിലേക്ക്. അങ്ങനെ ആരും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ആരും പറയല്ലേ? എന്നാലുണ്ട് മിൻമിനി ചേച്ചി. അങ്ങനെയാണെങ്കിൽ ചിന്ന ചിന്ന ആശ ഒരു പാട്ട് പാടുവോ? അറിയില്ല. ഒരു പാട്ട് പോലും അറിയത്തില്ലേ? ഒരു പാട്ട് ഇതുവരെ പാടിയിട്ടില്ല. പുള്ളിക്കാരൻ പാടാൻ പറയുമ്പോൾ ഇടയ്ക്ക് ഒരു പാട്ട് പാടി കൊടുക്കാറില്ലേ? നാടൻ പാട്ട് പഠിക്കും. നാടൻ പാട്ട് രാത്രി 2 മണിക്ക് ഇവര് വീട്ടില് കൊച്ചാഞ്ഞേ കുഞ്ഞാഞ്ഞേ കൊത്തു പാടിക്കുന്ന കുഞ്ഞാഞ്ഞേ അങ്ങനെ അല്ലേ? ആ ശരി, നാടൻ പാട്ട് ഏതാ പാടുന്നത്? ഞാനും എന്റെ അളിയനും കൂടി. ഞാനും എന്റെ അളിയനും കൂടി. നല്ലതാണ്. ഞാനും എന്റെ അളിയനും കൂടി തോട്ടുവരമ്പേ പോകുമ്പോ തോട്ടുവരമ്പത്തുണ്ടൊരു തേനത്തണ്ടൻ. ഞാനും എന്റെ അളിയനും കൂടി തോട്ടുവരമ്പേ പോകുമ്പോ തോട്ടുവരമ്പത്തുണ്ടൊരു തേനത്തണ്ടൻ. തേനത്തണ്ടൻ തീരിക്കൊണ്ട് പാഞ്ഞെടുത്ത് വന്നപ്പോ മുളവടി പോലൊരു ചെറുവടി കൊണ്ടിട്ട് അമ്പോജം വന്നേ. തെയ്യോ തീനം തിന്നോ തെയ്യന്താര തെയ്യോ തീനം തിന്നോ തെയ്യന്താര തെയ്യോ തനം തിന്നോ തെയ്യന്താര തെയ്യോ തനം തിന്നോ തെയ്യന്താര. സൗമ്യ റെഡിയാണോ? ചോദ്യം. കോടതി എന്ന് കേൾക്കുമ്പോ മനസ്സിൽ ആദ്യം ഓർമ്മ വരുന്ന വസ്തു എന്താണ്? കോട്ട്. ഡോക്ടർ അഡ്വക്കേറ്റിന്റെ കോട്ട്. അഡ്വക്കേറ്റിന്റെ കോട്ട്. ഓവർകോട്ട്. നോക്കാം. %25 പേര് മെജോറിറ്റി കിട്ടിയെന്ന് തോന്നുന്നു. കറുത്ത കോട്ടാണ് ഓർമ്മ വരുന്നത്. ചേട്ടാ ഓർഡർ മറ്റേ അടിക്കുന്ന മറ്റേ അടിക്കുന്ന ഗ്ലാസ് അല്ല അല്ല കാറ്റടിക്കുന്ന പമ്പ്. എന്താ അടിക്കുന്ന സാധനം? എന്താ ഓർഡർ ഓർഡർ എന്ന് പറഞ്ഞിട്ട് പപ്പടം കുത്തി ചട്ടുകം കയ്യില് ചുറ്റിക നാക്കിന്റെ തുമ്പത്ത് ചുറ്റിക ഇരുന്നിട്ട് ഇങ്ങോട്ട് കിട്ടാതെ പുള്ളിയുടെ പെട്ടാപ്പാട്ട് കൊട്ടോടി എന്നൊക്കെ പറയുന്നത് ഭാഗ്യം കേട്ടാ. ചുറ്റിക ഓർമ്മ വരും അല്ലേ? നോക്കട്ടെ ചുറ്റിക എത്ര പേര് പറഞ്ഞിട്ടുണ്ടോ നോക്കട്ടെ. 17% പേർക്ക് അത് ഓർമ്മ വരുന്നുണ്ട്. കണ്ണ് കെട്ടിയിട്ടുള്ള സ്റ്റാച്യു ഓഫ് ലിബർട്ടി അല്ലേ? അല്ല, അതിന്റെ പേര് നീതി ദേവത. നീതി ദേവതയാണോ? നീതി ദേവത. അങ്ങനെ ഇപ്പൊ നിങ്ങളവർക്കും പുള്ളി ഭയങ്കര അറിവാന്ന്. അതല്ല, എല്ലാ കല്യാണ പരിപാടിയും കഴിഞ്ഞാൽ കോടതി കയറി ഇറങ്ങും അതിന്റെ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അതുകൊണ്ട് മാത്രം ഓരോ വീട്ടിലും കല്യാണ പരിപാടി കഴിയുമ്പോൾ കുറഞ്ഞത് 30 പേർക്ക് വയർ അപ്സെറ്റ് ആയിട്ടുള്ള കേസുകൾ പുള്ളി വാദിക്കുന്നുണ്ട്. ജഡ്ജിന് ഒരു വാദിക്കാൻ നാണായി പോകുന്ന കേസാ അല്ലേ? നന്നാവുന്നുണ്ട് കേട്ടോ. കൊള്ളാം. നോക്കട്ടെ. നീതി ദേവത. 23%. ജെറിനെ സ്വിമ്മിംഗ് പൂള്. പിന്നെ പ്രതിക്കൂട് അല്ലേ? നോക്കട്ടെ പ്രതിക്കൂട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോന്ന്. വെരി ഗുഡ്. 20% പേര് അതും പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് തുറന്നു നോക്കാം. ഓപ്പൺ ഇ. ഗാന്ധിജിയുടെ ചിത്രം എല്ലാ കോടതിയിലും ഉള്ള ഒന്നാണ്. അത് കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരും. ഇനി ചോദ്യങ്ങളെല്ലാം അവസാനിച്ചു. ഈ റൗണ്ട് അവസാനിച്ചു. ഈ റൗണ്ട് അവസാനിക്കുമ്പോൾ നിങ്ങളിൽ ഒരാൾ ശതമാനാടിസ്ഥാനത്തിൽ ഇവിടെ നിന്നും പുറത്തു പോകേണ്ടതായിട്ടുണ്ട്. അതാരാണെന്ന് നമുക്കിപ്പോൾ നോക്കാം. ബിനോയ് 42, വർഷ 56, ജെറിൻ 47, സൗമ്യ 66. ഭയങ്കര ട്വിസ്റ്റ് ആയി പോയി ആക്ച്വലി ഇല്ലേ? എന്താ? ഞാൻ പെർഫോമൻസ് വെച്ച് എന്റെ മനസ്സിൽ പല കണക്ക് കൂട്ടലുകളും ഇവിടെ നടന്നു. എന്താ കണക്കൂട്ടിയത്? ഇല്ല ഞാൻ പറയുന്നില്ല. പറയില്ല. മുത്ത് പുറത്താവുന്നല്ലേ നീ വിചാരിച്ചത്? നീ നമ്മുടെ മുത്ത് പുറത്താവുന്നല്ലേ വിചാരിച്ചത്? ഒരിക്കലും ഇല്ല, ഒരിക്കലും ഇല്ല. അറിയാതെ ചിന്തിച്ചു പോയി. മുത്തിനു വേണ്ടി ഭാര്യ ഇവിടെ നിന്ന് പുറകിൽ നിന്ന് പ്രാർത്ഥിച്ചു. അതോടുകൂടി പുള്ളിയുടെ കാര്യം തീരുമാനമായി. എന്നോട് തോന്നല്ലേ? അറിയാതെ കുക്കിന് വെച്ചത് വന്ന പോലെയായി. എന്നാ ഉണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. എന്നാ പറ്റി? കയ്യിൽ നിന്ന് പോയി കംപ്ലീറ്റ്. അല്ല, കൈ പാചകം ചെയ്യുമ്പോ ഇങ്ങനെ കയ്യിൽ പോകാറുണ്ടോ ശരിക്കും? ഇടയ്ക്ക് കയ്യിൽ ഏത് ചോദ്യമായിരുന്നു ഇപ്പൊ കയ്യിൽ പോയത്? അതെ, കയ്യിൽ നിന്ന് പോയത് സൗത്ത് ഇന്ത്യക്ക് പുറത്ത്. സൗത്ത് ഇന്ത്യ മൂന്നാർ നിങ്ങൾ കേരളത്തിന്റെ പുറത്താക്കി. അത് ഭയങ്കര അക്ഷന്തവ്യമായ തെറ്റാണ്.
മൂന്നാറിന് കേരളത്തിന് പുറത്തേക്ക്. നിങ്ങൾ ഫാമിലി ആയിട്ട് ഏറ്റവും ലാസ്റ്റ് ടൂർ പോയ സ്ഥലം ഏതാ? ഫാമിലി ആയിട്ട് അധികം ടൂറൊന്നും ഞങ്ങൾ അങ്ങനെ പോയി. ഹണിമൂൺ എവിടെ പോയെ? ഹണിമൂണ് പോകാൻ പിന്നെ ആരുമായിട്ടാ ടൂർ പോയത്? അത് പറ. ഫാമിലി മാറ്റി നിർത്തും. സത്യം ആരായിട്ട് പോയി. ഞങ്ങൾ ഫ്രണ്ട്സ് പോയിട്ടുണ്ട്. അങ്ങനെ പോയത് ഫിലിം സിറ്റി ഹൈദരാബാദ്. അപ്പൊ നമുക്ക് സമ്മാനങ്ങളുണ്ട്, വെറുതെ പോണ്ട. എന്താ വീട്ടിലെ ചാച്ചൻ, അമ്മ, ഏട്ടത്തി, അതേപോലെ എന്റെ വൈഫ്, ഇവരെല്ലാരും വെറുതെ അല്ല നിങ്ങൾ ടൂർ പോകാത്തത്. നിതിന് ടൂർ പോയ പോലെ പോകാത്ത എല്ലാവർക്കും നമ്മുടെ ഹോം മിനിസ്റ്റർ ടീമിന്റെ ഫുൾ ഹായ്. എന്റെ മുത്ത് ഞങ്ങളുടെ മുത്ത് ഇതാ. 9 മാസമായിരുന്നു. കുഞ്ഞു കുട്ടിയാണ്. പേരെന്താ? ചക്കരമ്മ കൊടുക്കണം, നന്ദിനി മേഡം കൊടുക്കണം. അല്ല, ഞാൻ നന്ദിനിക്ക് കൊടുത്തിട്ട് നന്ദിനി അങ്ങോട്ട് കൊടുത്താലും എന്നാലും കുഴപ്പമില്ല. വേണ്ട, ഞാൻ കൊടുത്തോളാം, എന്റെ സ്റ്റോക്ക് ഉണ്ട്. പിന്നെ അലീന ആലൻ, അവർക്കും അറിയുമ്പോ ചേട്ടന്റെ കുട്ടികളാ. ചേട്ടനും പിള്ളേർ അലീന ആലൻ എല്ലാവർക്കും ഉമ്മ കേട്ടോ. ഇതൊക്കെ നമുക്ക് തുടരെ നല്ല നല്ല ചടങ്ങുകളാക്കി വളർത്തിക്കൊണ്ടുവരാവുന്ന സന്ദർഭങ്ങളാണ് കേട്ടോ. സമ്മാനങ്ങൾ ഇപ്പൊ നന്ദിനി തരും. Gift sponsors Imbex, Innovate Your Life, Melam Masala, KP Nambudiris, iFlow Honey, Itaka, Shirts and Trousers, Peps Mattresses, Zebronics, PR Speaker, Rido Dhotis and Cutie, Nightwear. ആ പോയ ചേട്ടൻ പോലും കരുതില്ലല്ലോ. ഈ ചേട്ടൻ ഒരു കുക്ക് ഔട്ട് ആയെന്ന് പറഞ്ഞാൽ ചേട്ടൻ ഇങ്ങനെ കരേണ്ട കാര്യമൊന്നുമില്ല. അവൻ പോയത് ഞാനെന്താ കറിയണത്? ഞാൻ ഈ സവോള ഇങ്ങനെ നുറുക്കിട്ട് എന്റെ കണ്ണരിയണല്ലേ. സാരമില്ല, ഇനി നമുക്ക് കുറച്ച് ബുദ്ധിപരമായ സെക്ഷനിലേക്ക് കടക്കാം. പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടുള്ള ചോദ്യം. അതെ, ഈ ഇടവേള സമയത്ത് അച്ഛനും അമ്മയും മക്കളും ഒക്കെ തമ്മിൽ ചെറുതായിട്ടൊന്ന് തർക്കിക്കാനും സ്നേഹം പങ്കുവെക്കാനും ആണോ അല്ലയോ എന്ന് ചോദിക്കാനും ഒക്കെ ഉള്ള ഒരു കുഞ്ഞു ചോദ്യം. ഇന്നത്തെ ചോദ്യം ഇതാണ്: മോഹൻലാലിന്റെ അച്ഛനായി മമ്മൂട്ടി അഭിനയിച്ച ചിത്രം ഏതാണ്? അങ്ങനെ ഒരു സിനിമയുണ്ടോ? എന്നാണത്? അങ്ങനെ ഒരു സിനിമ മലയാളത്തിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഏതാണത്? ആ ചോദ്യത്തിന്റെ ഉത്തരം ഇടവേളയ്ക്ക് ശേഷം എത്തുന്നതായിരിക്കും. ഷോർട്ട് ബ്രേക്ക് ഓൺ ടാലന്റ് സ്റ്റൈൽ ഹോം മിനിസ്റ്റർ പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. എല്ലാ പുഴകൾക്കുമുണ്ട് ഒരു കഥ പറയാൻ. എല്ലാ മലകളിലുമുണ്ട് ഈശ്വര സാന്നിധ്യം. ആദ്യം അറിയേണ്ടത് ഈ പ്രകൃതിയെയാണ്. സഞ്ചാരപഥങ്ങളിൽ, മോക്ഷമലകളിൽ, തപസ്ഥലികളിൽ, ചരിത്ര സ്മാരകങ്ങളിൽ, ക്ഷേത്ര സന്നിധികളിൽ പ്രകൃതിയുടെ ഊർജത്തെ അന്വേഷിക്കുന്ന തീർത്ഥയാത്ര ഉദയാമൃതം. എല്ലാ ദിവസവും രാവിലെ 6:30 നിങ്ങളുടെ സ്വന്തം അമൃത ടിവിയിൽ. വെൽക്കം ബാക്ക് ടു ടാലന്റ് സ്റ്റൈൽ ഹോം മിനിസ്റ്റർ പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. ബ്രേക്കിന് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഒരു സസ്പെൻസ് ഇട്ടിട്ടാണ് പോയത്. എന്തായിരുന്നു സസ്പെൻസ്? ചോദ്യം: മോഹൻലാലിന്റെ അച്ഛനായി മമ്മൂട്ടി അഭിനയിച്ച ചിത്രം ഏതാണ്? നിങ്ങൾ ചിലപ്പോൾ നെറ്റിൽ നോക്കി അല്ലാതെയൊക്കെ ഉത്തരം കണ്ടെത്തിയിട്ടുണ്ടാവും. അറിയാത്തവർക്ക്, ഇതുവരെ മനസ്സിലായിട്ടില്ലാത്തവർക്ക്, പരസ്പരം ബെറ്റ് വെച്ചവർക്ക് വേണ്ടി ഉത്തരം ഇതാണ്. പടയോട്ടം എന്നാണ് ആ സിനിമയുടെ പേര്. നവോദയ നിർമ്മിച്ച സിനിമയാണ്. ജിജോ സംവിധാനം ചെയ്ത സിനിമയാണ്. 1982 അന്ന് മലയാള സിനിമയിലുണ്ടായിരുന്ന ഒട്ടുമിക്ക താരങ്ങളെ മണിനിർത്തിക്കൊണ്ട് ചെയ്ത മലയാളത്തിലൊരു ബിഗ് ബഡ്ജറ്റ് സിനിമയായിരുന്നു. അതിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. മലയാളത്തിലാണ് ആദ്യമായി അങ്ങനെ ഒരു സിനിമ ഉണ്ടായത്. ഇന്ത്യയിലെ ആദ്യത്തെ 70mm സിനിമയാണ് അത്. നമുക്ക് നമ്മുടെ അടുത്ത റൗണ്ടിലേക്ക് പോകാം. അടുത്ത റൗണ്ടിന്റെ പേരാണ് മാലപ്പടക്കം. അതെ, ഈ റൗണ്ടിൽ ഈ കുട്ടിക്ക് വല്ല പണിയുണ്ടോ? പിന്നെ പണിയുണ്ട്. അല്ല, കഴിഞ്ഞ റൗണ്ടിലും ഇത് തന്നെ പറഞ്ഞത്, പക്ഷെ പ്രത്യേകിച്ച് ഒരു പണിയും കണ്ടില്ല. എന്തിനാ അവിടെ? ഇതിനു വേണ്ടിട്ടല്ലേ? കരിക്കാനൊക്കെയാണോ? നമുക്ക് കഴിക്കേണ്ടതല്ലേ, ഇവളെ കൊണ്ട് ചെയ്യിക്കണ്ട, ചേട്ടൻ തന്നെ ചെയ്താൽ മതി. പിന്നെ നമ്മുടെ ഓണത്തിന്റെ എപ്പിസോഡിന് ചേട്ടനല്ലേ ഇവിടെ കാറ്ററിംഗ് ചെയ്തത്? അതെ. നമ്മൾ ഇലയൊക്കെ ഇട്ട് എല്ലാവരും കൂടി ഉണ്ട് ദിവസം. അതെ. ഈ ഓണത്തിന്റെ എപ്പിസോഡിന് നമ്മളിവിടെ എല്ലാരും കൂടെ കഴിച്ച ദിവസം, ചിലപ്പോ ഞാൻ ഇതിന്റെ മെയിൻ ആങ്കർ ആയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഞാനൊരു സെലിബ്രിറ്റി ആയതുകൊണ്ടായിരിക്കാം, എനിക്ക് മാത്രം ഒരു വെള്ള തൊടുകറി വിളമ്പിയില്ല ഇലയുടെ സൈഡില്. വേറെ ആർക്കും കിട്ടിയിട്ടില്ല, എനിക്ക് മാത്രമേ കിട്ടിയുള്ളൂ. ഞാൻ കഴിച്ചു നോക്കി, നല്ല ബെസ്റ്റ് തൊടുകറിയായിരുന്നു. എന്താ എന്റെ പേര്? കഷ്ടം. ഇലയൊക്കെ തുടച്ച് കഴിക്കണ്ട എന്റെ പിഷാരടി. കേട്ടോ, ഈ ഭക്ഷണവും ഈ സൈസ് വർത്താനോ ഒറ്റ നാവുകൊണ്ട് പറയരുത് കേട്ടോ. ഇതിലൊക്കെ ഒരു ഈശ്വര ചിന്ത വേണം. എന്തെങ്കിലും ഉണ്ടാക്കി ആദ്യം ഗണപതിക്ക് കൊടുത്തിട്ട് വേണം കഴിക്കാൻ. ആർക്ക് വേണമെങ്കിലും കൊടുക്കാം, പക്ഷെ കൂപ്പൺ കൊണ്ടുവരണം.
അത് കുറഞ്ഞു ഇത് കുറഞ്ഞു ഉപ്പുണ്ട കാര്യം പറഞ്ഞുകൊണ്ട് മാത്രം നിങ്ങൾ മത്സരാർത്ഥികളോട് ഒരു കാര്യം ഞാൻ പറയാം. എറണാകുളത്തുള്ള ഏത് വെജിറ്റേറിയൻ ഹോട്ടലിലാണേലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് പൈസ കൊടുക്കണ്ട. ഊണിന് മുമ്പ് ടോക്കൺ എടുക്കണം. നമ്മുടെ മാലപ്പടക്കത്തിൽ ആദ്യം ചോദ്യം ചോദിക്കാൻ പോകുന്നത് ആരോടായിരിക്കണം? നിനക്ക് സെലക്ട് ചെയ്യാം. മുത്തോട് തന്നെ ചോദിക്കാം. മുത്താകുമ്പോ തുടക്കം നല്ല രസമായിരിക്കും. എന്തായാലും കിട്ടാൻ സാധ്യതയുണ്ട്. ജെറിനെ റെഡി ആയിട്ട് നിന്നോ. കൊറ്റികൾ താമസിക്കുന്ന സ്ഥലമാണ് കൊറ്റില്ലം. തെറ്റ്. കപ്പലുകളുടെ പേരിലെ INS-ന്റെ പൂർണ്ണ രൂപം ഇന്ത്യൻ നേവൽ സർവീസ് എന്നാണ്. തെറ്റ്. ചെങ്കോട്ട പണി കഴിപ്പിച്ചത് ഷാജഹാനാണ്. ശരി. വൈശാലി എന്ന ചിത്രം നിർമ്മിച്ചത് അറ്റ്ലസ് രാമേന്ദ്രനാണ്. തെറ്റ്. കണ്ണാടിക്കൂടിനുള്ളിൽ കളിക്കുന്ന കളിയാണ് സ്നൂക്കർ. തെറ്റ്. നോക്കാം. ഫസ്റ്റ് ചോദ്യം ജെറിന്റെ ഇതായിരുന്നു. കൊറ്റികൾ താമസിക്കുന്ന സ്ഥലമാണ് കൊറ്റില്ലം. അതിന് ജെറിൻ തെറ്റ് എന്നാണ് പറഞ്ഞത്. തെറ്റ് എന്നാണ് പറഞ്ഞത്. കൊറ്റിയുടെ ഇല്ലം. അപ്പൊ പിന്നെ കൊറ്റില്ലം എന്ന് പറയുന്ന സാധനം എന്താണ്? കൊറ്റിക്കും താമസിക്കണ്ട എവിടെയെങ്കിലും ഒക്കെ. ഇല്ലം എന്ന് വെച്ചാൽ വീട് എന്നാണ് അർത്ഥം. കൊറ്റില്ലം ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. പക്ഷേ കൊറ്റില്ലം കൊറ്റികൾ താമസിക്കുന്ന സ്ഥലമാണോ? കൊറ്റി താമസിക്കുന്ന സ്ഥലത്തിന് എന്താണ് പറയുന്നത്? കൊറ്റികൾ കൂറ്റമായിട്ടാണ് എപ്പോഴും താമസിക്കുന്നത്. നോക്കാം. കൊറ്റികൾ താമസിക്കുന്ന സ്ഥലമാണ് കൊറ്റില്ലം. അത് ശരിയാണ്. മരങ്ങളുടെ കൂട്ടത്തിൽ കൊറ്റികൾ ഇരിക്കുന്നതിന് കൊറ്റില്ലം എന്ന് പറയും. നിങ്ങൾ തെറ്റെന്ന് പറഞ്ഞു. 0 മാർക്ക്. അടുത്ത ചോദ്യം ഇതായിരുന്നു. കപ്പലുകളുടെ പേരിലെ INS-ന്റെ പൂർണ്ണ രൂപം ഇന്ത്യൻ നേവൽ സർവീസ് എന്നാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ചാടി കയറി തെറ്റെന്ന് പറഞ്ഞു. ഒന്ന് ചിന്തിച്ചു പോലുമില്ല. INS വിക്രാന്ത്, INS വിരാട് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കപ്പലുകളുടെ പേര് കേട്ടിട്ടുണ്ട്. എന്താണ് INS? അല്ല എന്ന് പറഞ്ഞാൽ അതിനൊരു ഉത്തരം ഉണ്ടല്ലോ. നിങ്ങൾ അല്ല എന്ന് പറഞ്ഞു. പെട്ടെന്ന് കിട്ടിയതങ്ങ് പറഞ്ഞു. അത്രേ ഉള്ളൂ. നോക്കാം. ശരിക്ക് INS എന്ന് പറയുന്നത് ഇന്ത്യൻ നേവൽ ഷിപ്പ് എന്നാണ്. നെക്സ്റ്റ് ചോദ്യം. ചെങ്കോട്ട പണി കഴിപ്പിച്ചത് ഷാജഹാനാണ് എന്ന് പറഞ്ഞപ്പോ എന്താ പറഞ്ഞേ? തെറ്റെന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു. ചെങ്കോട്ട പണി കഴിച്ചത് ഷാജഹാനാണ്. പുള്ളി എന്നെ കോൺട്രാക്ട് ആണോ? താജ്മഹൽ കഴിഞ്ഞ് ചെങ്കോട്ട പണിയുക, ചെങ്കോട്ട കഴിഞ്ഞ് അടുത്ത പാലം പണിയുക എന്ന് പറഞ്ഞിട്ട് താൻ എന്തോ തലവിൽക്കുന്നുണ്ടല്ലോ. അവനോ? ഞാൻ പറഞ്ഞാലേ മോള് പോണതിന് മുമ്പ് പാസ്പോർട്ട് കാണിക്കേണ്ട പോലെ. നല്ല പ്രായമുണ്ട് ഇല്ലേ? 40 വയസ്സായില്ലേ? ഉറപ്പല്ലേ? എത്ര വയസ്സായി? എത്ര വർഷമായി 40 വയസ്സായിട്ട്? പറ. പെൺപിള്ളേരോട് പ്രായം ചോദിക്കരുത്. പിള്ളേരോടല്ലേ? ഇത് കുഴപ്പമില്ല. പാവമുണ്ട് ആ പുള്ളി. തുണിക്കടയിൽ ഇരിക്കുന്ന പുള്ളിയെ നിങ്ങൾ തമ്മിൽ എത്ര വയസ്സിന്റെ വ്യത്യാസമുണ്ട്? 11. എന്നാ ചേട്ടന്റെ വയസ്സ് എത്ര? ഇല്ല, അതും പറയില്ല. അതും പറയാൻ പാടില്ല. കണ്ണൂരല്ലേ സ്ഥലം? കണ്ണൂർ എവിടെയാണ് സ്ഥലം? പയ്യന്നൂര്. കണ്ണൂർ എന്ന് പറയുമ്പോ ഞാൻ കണ്ണൂരുകാരനാ. ജനിച്ചത് കണ്ണൂരാ. എനിക്കറിയാം. എന്റെ നാട്, അച്ഛൻ നാട് കണ്ണൂരാ. വളരെ ശാന്തമായിട്ട് ഒരു പ്രശ്നമില്ലാതെ നമുക്ക് തോന്നുന്നൊരു സ്ഥലമാണ്. അവിടെ ഒന്നും വലിയ കുഴപ്പങ്ങളൊന്നും ഞാൻ പോയിടങ്ങളിലൊന്നും കണ്ടിട്ടില്ല. പക്ഷെ നമ്മൾ ഈ തെക്കൻ ജില്ലക്കാര് പറയുന്നു കണ്ണൂർ ഭയങ്കര പ്രശ്നമാണെന്ന് പറയുന്നു. മോള് ഇതിനെപ്പറ്റി എന്താ പറയുന്നത്? രമേശ് ചേട്ടൻ പറഞ്ഞ പോലെ മുമ്പൊക്കെ നമ്മൾ എന്തെങ്കിലും പ്രോഗ്രാമിനൊക്കെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോ NSS ക്യാമ്പ് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്നോടേക്കും ബാഗില് ബോംബും വെടിവാളൊക്കെ ഉണ്ടല്ലോ അല്ലേ? അപ്പൊ ആ ഒരു ഇതാണ് എല്ലാരും ഇത് എടുത്തിട്ട് പോകുന്ന ബോംബും വടിവാളും ഒക്കെ അവിടുന്ന് വരുന്ന പിള്ളേരുടെ കയ്യിൽ വരെ ഉണ്ടാവും എന്നുള്ളൊരു തോന്നലുണ്ട്. അത് ശരിയൊന്നല്ല. എന്നാലും ഞാൻ കണ്ണൂര് ഈ പയ്യന്നൂരില് സദ്യക്ക് പോയിട്ട് ഞാൻ ഉണ്ടാക്കി കൊടുത്ത ബോണ്ട കണ്ടിട്ട് അത് ബോംബാന്ന് പറഞ്ഞ് തിരിച്ചറിഞ്ഞ ആൾക്കാർ അവിടെ ഉണ്ട്. അത് ശരിയാവാൻ സാധ്യതയുണ്ട്. തിന്നാ പൊട്ടിത്തെറി ഉണ്ടാവും പിറ്റേ ദിവസം രാവിലെ. മുത്തിന്റെ ഉത്തരം മുത്ത് ഇപ്പോഴും ചെങ്കോട്ട രാജഹാനാണോ പഠിച്ചതെന്ന് അറിയാണ്ട് നിൽക്കുമ്പോഴാണ് നമ്മൾ കണ്ണൂര് അക്രമത്തിനെ പറ്റി പറയുന്നത്. നോക്കട്ടെ. ഷാജഹാനാണ്. 1648 ഷാജഹാൻ തന്നെയാണ് ചെങ്കോട്ട പണികഴിപ്പിച്ചിട്ടുള്ളത്. താജ്മഹൽ വേറെ, ചെങ്കോട്ട വേറെ. പക്ഷെ രണ്ടും പണികഴിപ്പിച്ചിട്ടുള്ളത് ഷാജഹാനാണ്. അടുത്തത്. വൈശാലി എന്ന ചിത്രം നിർമ്മിച്ചത് അറ്റ്ലസ് രാമചന്ദ്രനാണ് എന്ന് പറഞ്ഞപ്പോ തെറ്റെന്ന് പറഞ്ഞു. ഞങ്ങൾക്കൊക്കെ ഞങ്ങളുടെയൊക്കെ ഷോ സ്പോൺസർ ചെയ്തിട്ടുള്ള ഞങ്ങൾക്ക് അറിയാവുന്ന ഒരു നല്ല മനുഷ്യനാണ്. വൈശാലി ആരെ സംവിധാനം ചെയ്തത്? അറിയില്ല. ഭരതൻ. അറിയില്ല. ഭരതനാണ്. സത്യമാണ്. ഭരതൻ സാറിന്റെ കണ്ടാ പുള്ളി. നോക്കാം.
തെറ്റെന്നാണ് പറഞ്ഞത്. തെറ്റിപ്പോയി. അദ്ദേഹം തന്നെയാണ്. അദ്ദേഹമാണ് നിർമ്മിച്ചത്. അദ്ദേഹം നിർമ്മിച്ച സിനിമയാണ് വൈശാലി എന്ന് പറയുന്ന സിനിമ. അന്ന് കാലത്ത് ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമയായിരുന്നു. ഭരതൻ സംവിധാനം ചെയ്തതാണ്. അദ്ദേഹം അറ്റ്ലസ് ജ്വല്ലറികളിലെ വലിയ ആളെ ആ പരസ്യം വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം വൈശാലി രാമേന്ദ്രൻ എന്നാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത് തന്നെ. പിന്നീടാണ് അറ്റ്ലസ് രാമചന്ദ്രനായത്. അതെ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ലാസ്റ്റ് ചോദ്യം. കണ്ണാടിക്കൂടിനുള്ളിൽ കളിക്കുന്ന കളിയാണ് സ്നൂക്കർ. തെറ്റ് എന്ന് പറഞ്ഞു. നോക്കട്ടെ. കറക്റ്റ് ആൻസർ. അപ്പൊ കണ്ണാടിക്കൂടിനുള്ളിൽ കളിക്കുന്ന കളിയുടെ പേരെന്താ? സ്ക്വാഷ് എന്നാണ് ആ കളിയുടെ പേര്. സ്നൂക്കർ ബില്ലിയാർഡ്സ് ടേബിളിൽ കോലോണ്ട് കുത്തിയിട്ട് കളിക്കുന്ന ഒരു കളിയാണ് സ്നൂക്കർ എന്ന് പറയുന്ന കളി. ബാക്കിയുള്ള എല്ലാ കളികളിലും ഒറ്റ ബോളേ ഉള്ളൂ, ഇതിനകത്ത് ഒത്തിരി ബോളുണ്ട്. അപ്പൊ മൊത്തം ചോദ്യങ്ങൾ അവസാനിച്ചപ്പോൾ 30 മാർക്കാണ് മുത്തിന് കിട്ടിയത്. നല്ല സാമ്യമുണ്ട് കേട്ടാ. 30 മാർക്കുകൾ കൊണ്ട് മുത്ത് നിൽക്കുക. ബാക്കി 2 പേരുണ്ട്. 2 പേരിൽ അടുത്ത ചോദ്യം സൗമ്യക്ക് വേണ്ടി പോവുകയാണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. റെഡിയാണല്ലോ? ക്രിക്കറ്റിൽ ഒരു ഓവറിൽ തന്നെ 2 കൈകൊണ്ടും ബോളർക്ക് പന്തെറിയാം. തെറ്റ്. ഗാന്ധി സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ ആയിരുന്നു പണ്ഡിറ്റ് രവിശങ്കർ. ശരി. കാക്കക്കൂട്ടത്തിന്റെ ഇംഗ്ലീഷ് പേരാണ് പാർലമെന്റ്. തെറ്റ്. ഏറ്റവും കുറച്ചു കാലം സംസ്ഥാന മന്ത്രിയായിരുന്ന വ്യക്തിയാണ് EP ജയരാജൻ. ശരി. ശരി. എബ്രഹാം ലിങ്കൺ 3 തവണ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുണ്ട്. ശരി. ശരി. നോക്കാം. സൗമ്യയുടെ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു. ക്രിക്കറ്റിൽ ഒരു ഓവറിൽ തന്നെ 2 കൈ കൊണ്ടും ബൗളർക്ക് പന്തെറിയാം. പറ്റില്ല അല്ലേ? നോക്കട്ടെ, ഉത്തരം നോക്കട്ടെ. നിങ്ങൾ തെറ്റ് എന്ന് പറഞ്ഞു. പക്ഷെ അത് ശരിയായിരുന്നു. റോങ് ആൻസർ. ക്രിക്കറ്റിൽ ഒരു ഓവറിൽ തന്നെ 2 കൈ കൊണ്ടും ബോളർക്ക് പന്തെറിയാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. എന്നാൽ അങ്ങനെ ഒരു നിയമവുമില്ല. എനിക്ക് ഇങ്ങനെ അറിയാനും അറിയാം, എനിക്ക് ഇങ്ങനെ അറിയാം. ഇംഗ്ലണ്ടിന്റെ ഗ്രഹാം കോച്ച് എന്ന് പറയുന്ന ബോളർ, ശ്രീലങ്കയുടെ തിലകരത്ന എന്ന് പറയുന്ന ആൾ ഒരുപാട് പേര് എറിഞ്ഞിട്ട് ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ തന്നെ ഒരുപാട് പേര് അങ്ങനെ എറിഞ്ഞിട്ടുണ്ട്. യാതൊരു നിയമ തടസ്സവും ഇല്ല. 2 കൈ കൊണ്ടും ബോളറെ എറിഞ്ഞു കൊടുത്താൽ മതി കൃത്യമായിട്ട്. അപ്പൊ അത് തെറ്റിപ്പോയി. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഗാന്ധി എന്ന സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ ആയിരുന്നു പണ്ഡിറ്റ് രവിശങ്കർ. അതിന് ശരി എന്നാണ് ഉത്തരം പറഞ്ഞത്. റിച്ചാർഡ് ആറ്റംബറോയുടെ ഗാന്ധി. നോക്കാം. റൈറ്റ് ആൻസർ. ജോർജ് ഫെൻടോൺ എന്ന് പറയുന്ന ഒരാളും പണ്ഡിറ്റ് രവിശങ്കറും കൂടെയാണ് റിച്ചാർഡ് ആറ്റംബറോയുടെ ഗാന്ധി എന്ന് പറയുന്ന സിനിമയ്ക്ക് സംഗീതം ചെയ്തിട്ടുള്ളത്. ഇനി ആരാണ് ഈ റിച്ചാർഡ് ആറ്റംബറോ? ജുറാസിക് പാർക്ക് കണ്ടിട്ടുണ്ടോ? അതിന് ദിനോസർ വളർത്തുന്ന ഒരു അപ്പൂപ്പനല്ലേ, വെള്ളത്താടിയൊക്കെ ഉള്ള ആ പുള്ളിയാണ് റിച്ചാർഡ് ആറ്റംബറോ. മരിച്ചുപോയി, പാവം. കേട്ടോ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. കാക്കക്കൂട്ടത്തിന്റെ ഇംഗ്ലീഷ് പേരാണ് പാർലമെന്റ്. പാർലമെന്റ് ആയിട്ട് മുത്തുനിമോന്റെ ചോദ്യം ആയിരുന്നത്. കാക്കക്കൂട്ടത്തിന്റെ ഇംഗ്ലീഷ് പേരാണ് പാർലമെന്റ്. തെറ്റെന്നല്ലേ പറഞ്ഞത്? തെറ്റാണെന്ന് പറഞ്ഞു. നോക്കട്ടെ. മാർക്ക് കിട്ടി. എന്താണ് കാക്കക്കൂട്ടത്തിന്റെ ഇംഗ്ലീഷ് പേര്? അറിയില്ല. മൂങ്ങകളുടെ കൂട്ടത്തിനെയാണ് പാർലമെന്റ് എന്ന് പറയാ. ശരിയാണ്. കാക്കക്കൂട്ടത്തിന്റെ പേര് മർഡർ എന്നാണ്. അപ്പൊ ഇനിയിപ്പോ അടുത്ത പ്രാവശ്യം ഒരു കാക്കക്കൂട്ടത്തെ കണ്ടാൽ നമുക്ക് ഞാനൊരു മർഡർ കണ്ടു എന്ന് പറയാലോ. ധൈര്യമായിട്ട് പറയാം, ഒരു കുഴപ്പമില്ല. പോലീസുകാർ പിടിച്ചോണ്ട് പോയാൽ 2 ദിവസം ജയിലിൽ കിടന്നിട്ട് സാക്ഷ്യം പറയേണ്ടി വരും. ഒരു കുഴപ്പമില്ല. അടുത്ത ചോദ്യം. ഏറ്റവും കുറച്ചു കാലം സംസ്ഥാന മന്ത്രിയായിരുന്ന വ്യക്തിയാണ് EP ജയരാജൻ. അപ്പൊ എന്ത് പറഞ്ഞു? ശരി എന്ന് പറഞ്ഞു. നോക്കാം. അത് തെറ്റാണ്. ഒരുപക്ഷെ ഈ മന്ത്രിസഭയിൽ ഏറ്റവും കുറഞ്ഞ കാലം ഇപ്പോൾ ഇരുന്നിട്ടുള്ളത് EP ജയരാജൻ സഖാവായിരിക്കും. എന്നാൽ പോലും ഏറ്റവും കുറവ് കാലം ഇരുന്നിട്ടുള്ളത് MP വീരേന്ദ്രകുമാറാണ്. 1987 5 ദിവസം മാത്രം വനം വകുപ്പ് മന്ത്രിയായിട്ട് അദ്ദേഹം ഇരുന്നിട്ടുണ്ട്. MP വീരേന്ദ്രകുമാറാണ് സംസ്ഥാനത്ത് ഏറ്റവും കുറച്ച് ദിവസം മന്ത്രിയായിട്ട് ഇരുന്നിട്ടുള്ള ആള്. ലാസ്റ്റ് ചോദ്യം. എബ്രഹാം ലിങ്കൺ 3 തവണ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അപ്പോ ശരിയെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. കാരണം ഇവിടെ നെഹ്റു ആയിരുന്നല്ലോ സ്വാതന്ത്ര്യം കിട്ടി കഴിഞ്ഞ് 15 വർഷം ഭരിച്ചത്. 3 തവണ പ്രധാനമന്ത്രി പുള്ളി തന്നെയായിരുന്നു. അതുപോലെ അവിടെയും അമേരിക്കയിൽ എബ്രഹാം ലിങ്കൺ കയറിയിട്ട് 15 വർഷം ഇരുന്നു എന്നാണ് നിങ്ങൾ പറയുന്നത്. ഒന്നാമത് അവിടെ 4 വർഷമേ ഉള്ളൂ ഒരു പ്രസിഡന്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. നോക്കാം. തെറ്റിപ്പോയി. പോയിന്റ് പോയി. ഒരിക്കൽ മാത്രമേ അദ്ദേഹം പ്രസിഡന്റ് ആയിട്ടുള്ളൂ.
മാത്രവുമല്ല അമേരിക്കയിൽ ഒരാൾക്ക് 2 തവണയും കൂടുതൽ പ്രസിഡന്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുകയുമില്ല. അതാണ് അവിടുത്തെ നിയമം. അപ്പൊ 20 മാർക്കുകൾ കിട്ടിയിരിക്കുകയാണ്. മുത്തിന് കൂടുതൽ മാർക്ക് 30 മുത്ത് ഫൈനലിൽ എത്തിയിരിക്കുകയാണ് അല്ലേ? എന്തായാലും അടുത്ത 11കാരിയാണ്. റെഡിയാണല്ലോ? എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ്. ഹോബികളിലെ രാജാവ് എന്നറിയപ്പെടുന്നത് നാണയശേഖരമാണ്. ക്ലിപ്തം എന്നാൽ രജിസ്റ്റേർഡ് എന്നാണ് അർത്ഥം. എല്ലാ ക്ലോക്കുകളും കറങ്ങുന്നത് ക്ലോക്ക് വൈസിലാണ്. ശരി. രോഹൻ ഗവാസ്കറുടെ മകനാണ് സുനിൽ ഗവാസ്കർ. ശരി. നോക്കാം. വർഷയുടെ ഫസ്റ്റ് ചോദ്യം ഇതായിരുന്നു. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ്. വർഷം പറഞ്ഞു തെറ്റെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അതാരാ പറഞ്ഞത്? തൂ മുझे खून दो मैं तुझे आजादी दूंगा എന്ന് പറഞ്ഞ ആളാരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. ധൈര്യത്തോട് പറഞ്ഞോ. ആദ്യം ശരിയാണോ തെറ്റാണോ നോക്കട്ടെ. അതെ. കറക്റ്റ് ആൻസർ. അങ്ങനെ പറഞ്ഞിട്ടുള്ളത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഗാന്ധി അഹിംസയുടെ വഴിയിലൂടെ സ്വാതന്ത്ര്യം നേടിത്തരണമെന്ന് അദ്ദേഹം രക്തത്തിന് വേണ്ടി ചോദിക്കില്ല ഒരിക്കലും. അടുത്ത ചോദ്യം. ഹോബികളിലെ രാജാവ് എന്നറിയപ്പെടുന്നത് നാണയശേഖരമാണ് എന്ന് പറഞ്ഞപ്പോ തെറ്റ് എന്ന് പറഞ്ഞു. പിന്നെ എന്താണ് സ്റ്റാമ്പ് കളക്ഷന്റെ ഒരു ശാസ്ത്രീയ നാമം എന്താണ്? ഓ ഈശ്വര, എനിക്കറിയില്ല. ഫിലാറ്റിലി എന്നാണ്. നോക്കാം. കറക്റ്റ് ആൻസർ. 100-ലധികം രാജ്യങ്ങളുടെ സ്റ്റാമ്പിൽ വന്നിട്ടുള്ള ഒരാളാണ് മഹാത്മാഗാന്ധി എന്ന് പറയുന്ന ആള്. ഒരുപാട് രാജ്യങ്ങളുടെ സ്റ്റാമ്പിൽ അദ്ദേഹത്തിന്റെ പടം ഉണ്ടായിട്ടുണ്ട്. സ്റ്റാമ്പ് ശേഖരണമാണ് ഹോബികളുടെ രാജാവ് എന്നറിയപ്പെടുന്നത്. ആദ്യത്തെ സ്റ്റാമ്പ് ഏതാ? ലോകത്തിലെ ആദ്യത്തെ സ്റ്റാമ്പ് പെനി ബ്ലാക്ക്. ഞാൻ ഒന്നും കാണാതല്ല പട്ടണി പണിക്ക് വന്നിട്ടുള്ളത്, മനസ്സിലാക്കണം. സോറി, ഞാൻ ഒന്ന് അണ്ടർസ്റ്റിമേറ്റ് ചെയ്തു. ബ്രിട്ടനിലാണ് അത് വന്നിട്ടുള്ളത് കേട്ടോ. ഇനി അടുത്ത ചോദ്യം. ക്ലിപ്തം എന്നാൽ രജിസ്റ്റേർഡ് എന്നാണ് അർത്ഥം. തെറ്റ് എന്നാണ് പറഞ്ഞത്. തെറ്റെന്നാണ് പറഞ്ഞത്. അപ്പൊ എന്താണ് ക്ലിപ്തം? അഴയിൽ തുണിയിടുമ്പോൾ ഇത് പറന്നു പോവാതിരിക്കാൻ പ്ലാസ്റ്റിക്കിന്റെ ഒരു സാധനം പിടിപ്പിക്കാറുണ്ട്, അതാണ് ക്ലിപ്തം. നോക്കാം. പറഞ്ഞ ഉത്തരം കറക്റ്റ് ആണ്. ക്ലിപ്തം എന്ന് വെച്ചാൽ ലിമിറ്റഡ് എന്നാണ്. എല്ലാ ക്ലോക്കുകളും കറങ്ങുന്നത് ക്ലോക്ക് വൈസിലാണ്. ശരിയെന്ന് പറഞ്ഞു അല്ലേ? നോക്കട്ടെ. അത് തെറ്റാണ്. ഹീബ്രു ക്ലോക്കുകൾ, ചിലത് അറബിക് ക്ലോക്കുകൾ തിരിച്ചു ഇറങ്ങാറുണ്ട്. അല്ല, അപ്പൊ ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ. അപ്പൊ ഈ ഹീബ്രുവിലും അറബിക്കിലും അല്ലെങ്കിൽ ഈ അറബ് കൺട്രീസിലും അതല്ലേ ക്ലോക്ക് വൈസ്? അപ്പൊ അത് ക്ലോക്ക് വൈസ് ആവില്ലേ? അല്ല, ലോകം മുഴുവൻ ഇത് ക്ലോക്ക് വൈസ് അല്ലേ. സൂര്യന്റെ ചലനത്തിനനുസരിച്ചാണ് ക്ലോക്ക് ചലിക്കുന്നത്. ക്ലോക്ക് ഉണ്ടാക്കിയത് ഒരു സൂര്യന്റെ ചലനമായിട്ട് വെച്ചിട്ടാണ്. ക്ലോക്ക് പോകുന്ന ഡയറക്ഷനിലെ ക്ലോക്ക് വൈസ്. അതെ, എല്ലാ ക്ലോക്കും പോകുന്നതാണ് ക്ലോക്ക് വൈസ്. അപ്പൊ പിന്നെ ഈ ഹീബ്രു അറബിക്കും അവരുടെ സൈഡിലോട്ട് പോകുമ്പോ അവരുടെ സൈഡിൽ അത് ക്ലോക്ക് വൈസ് അല്ലേ? അല്ല, അവർ ആന്റി ക്ലോക്ക് വൈസ് ആണ് പോകുന്നത്. അപ്പൊ അവരുടെ സൈഡ്. ഇപ്പൊ ഞാൻ വലത്തെ കൈ കൊണ്ട് എല്ലാരും തിന്നുന്നു, നീ ഇടത്തെ കൈ കൊണ്ട് തിന്നുന്നു എന്ന് പറഞ്ഞ് നിന്റെ ഇടത്തെ കൈ വലത്തെ കൈ ആവുന്നുണ്ടോ? നിന്റെ ഇടത്തെ കൈ തന്നെയല്ലേ? Is it correct or not? അത് ശരിയാണ്. പക്ഷെ ക്ലോക്കിന്റെ സൈഡിൽ കൂടെ പോകുമ്പോ ക്ലോക്ക് നമ്മൾ ചോറുണ്ണുന്ന കൈ അല്ല വലത്തെ കൈ കൊണ്ടാണ് ചോറുണ്ണുന്നത് എന്ന് വിചാരിച്ചാൽ ഓക്കെ. അടുത്ത ചോദ്യം. ലാസ്റ്റ് ചോദ്യം. രോഹൻ ഗവാസ്കറുടെ മകനാണ് സുനിൽ ഗവാസ്കർ. Is that true? അറിയില്ല. ആരാണ് ഗവാസ്കർ? പൊളിറ്റീഷ്യൻ അല്ലേ? അല്ല. പിന്നെ ക്രിക്കറ്റ്. ലഗാനിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ ഗവാസ്കർ. നോക്കാം. തെറ്റിപ്പോയി. കൃത്യം പാസ് മാർക്ക് വാങ്ങി രക്ഷപ്പെട്ടു. കാരണം സുനിൽ ഗവാസ്കറുടെ മകനാണ് രോഹൻ ഗവാസ്കർ. നേരെ തിരിച്ചാണ്. നമ്മുടെ റൗണ്ടുകൾ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ സൗമ്യ ഇവിടെ നിന്നും പുറത്തേക്ക് പോവുകയാണ്. സൗമ്യ വരൂ. സൗമ്യ, എന്തുണ്ടായിരുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിരുന്നു. കിട്ടുന്ന സമ്മാനങ്ങൾ തൃപ്തിയല്ലേ? തീർച്ചയായിട്ടും. ഡൽഹിയിൽ എപ്പോഴാണ് ടൂർ പോയത്? ഞാനത് മറക്കില്ല എപ്പോഴും. സൗത്ത് ഇന്ത്യയിലെ വിനോദസഞ്ചാര കേന്ദ്രം. ഊട്ടിയിലേക്കായിരുന്നു ഞാൻ ലാസ്റ്റ് ടൈം പോയത്. പക്ഷെ വീട്ടിൽ പോയി. ആ, ഊട്ടിയിൽ ആരൊക്കെ കൂടെ പോയി? ഞാനും ഹസ്ബൻഡും കൂടെ പോയി. എന്തിനാ? വെറുതെ ഒരു രസം. ഹണിമൂൺ. ഹണിമൂൺ ആണോ? കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു. അപ്പൊ കൂട്ടത്തില് ഞാനും പോയി.
ആൾ അസ്ട്രോളജറാണ്. പ്രശസ്തനായ ആസ്ട്രോളജറാണ്. അത്യാവശ്യം. ഇങ്ങാര് പോരാൻ നേരത്തെ പുള്ളി ഗണിച്ച് എന്താ പറഞ്ഞത്? സമ്മാനം കിട്ടൂല്ലോ എന്നാണ് പറഞ്ഞത്. ആള് കോൺഫിഡൻസ് തരാനായിട്ട് നമ്മൾ പുറത്താവൂന്ന് പറയാറില്ല. നന്നായിട്ട് ട്രൈ ചെയ്യാനായിട്ട് പറഞ്ഞിരുന്നു. നന്നായിട്ട് ശ്രമിക്കുക. സൗമ്യ പഠിച്ചോ കുറച്ച് അസ്ട്രോളജി ഒക്കെ? ഞാൻ കുറച്ച് നാള് പഠിച്ചിരുന്നു, ഒരു 2 വർഷത്തോളം. പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ എന്താ ഇപ്പൊ നമ്മളെ പറ്റി പറയാൻ പറ്റുന്നത്? അല്ല, അത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കേണ്ട കാര്യമല്ലേ, പെട്ടെന്ന് അങ്ങനെ പറയാൻ പറ്റില്ല. കൈനോട്ടല്ല ജ്യോതിഷം. കൈനോട്ടല്ല ജ്യോതിഷം, അത് വളരെ വലിയൊരു ശാസ്ത്രമാണ്. സോറി, അത് നീ കൈ കാണിച്ചു തന്നെയാണ്. നീ വല്ല കടവും ചോദിച്ചതാണോ? അല്ല, ഞാനും ഷെയ്ക്കാൻ ചോദിച്ചു കൊടുത്തേരും. ഷെയ്ക്കാൻ കൊടുത്ത് സ്ത്രീക്കുള്ള സമ്മാനങ്ങൾ എടുത്തു കൊടുക്കും സൗമ്യക്കുള്ളത്. അല്ല, പർപ്പൂരല്ലേ നാട്? ഈ പാപ്പച്ചന്റെ നാടൊക്കെ പർപ്പൂരല്ലേ? ഏത് പാപ്പച്ചൻ? നമ്മുടെ ഹംഗറിക്കെതിരെ ഗോൾ നേടിയ പാപ്പച്ചൻ സാറില്ലേ ഇപ്പൊ പോലീസിലുള്ളത്? സി വി പാപ്പച്ചന്റെ നാട്ടുകാരിയാ പർപ്പൂരാരി. ഇത് ഞാൻ ഒരു ഗണിച്ചിട്ടല്ലേ പറഞ്ഞത്, ജ്യോതിഷമില്ലൊന്നും. ഞാനുള്ള സത്യമായിട്ട് പറഞ്ഞത്. പാപ്പച്ചന്റെ വീട് ഇവിടെയാന്നുള്ളതാ, പർപ്പൂരാന്നുള്ളത്. ഈ ജ്യോതിഷത്തിന്റെ കാര്യം പറഞ്ഞപ്പോ തൊട്ട് ചേട്ടന്റെ സംസാരത്തിൽ അതെ, ഒരു ജ്യോതിഷിനെ ഒരു ജ്യോതിഷക്കാരൻ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയല്ലേ പറയുള്ളൂ. പെട്ടെന്ന് നമ്പൂരിയായി. വീണ്ടും വിഷ്ണുലോകം പിടിച്ചിരിക്കണോ? അങ്ങോട്ട് നടത്തിക്കോളൂ. വിട്ടോളൂ, കുട്ടീനെ വിട്ടോളൂ. കുട്ടി പോയിക്കോളൂ. ആയി അസലായി കേമായി. Gift sponsors Imbex, Innovate Your Life, Melam Masala, KP Nambudris, iFlow Honey, Itaka, Shirts and Trousers, Peps Mattresses, Zebronics, PR Speaker and Prince Pattupavada. ഇനി ഒരൊറ്റ റൗണ്ട് മാത്രം ബാക്കി. 2 പേര് ഇവിടെ ആ റൗണ്ടിലേക്ക് ഇറങ്ങാനായിട്ട് റെഡി ആയിട്ട് നിൽക്കാണ്. അതിനു മുമ്പ് ചെറിയൊരു ബ്രേക്ക്. ഓൺ ടോൾ സ്റ്റൈ ഹോം ഇസ് പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. കുടുംബമെന്നത് സൂത്രവാക്യങ്ങളുടെ കൂടാകുമ്പോൾ ജീവിതമെന്ന നാടകം ആടിത്തീർക്കാൻ വിധിക്കപ്പെട്ട ജന്മങ്ങളുടെ കഥ. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. എന്നെ കൊന്നാലും ഞാൻ സമ്മതിക്കില്ല. ഇന്ന് രാത്രി 7:30 നിലാവും നക്ഷത്രങ്ങളും. by Lakshmi Jewelry. ഇനി നമ്മളുടെ റൗണ്ട് ചെകുത്താനും കടലും. ഹലോ ഇങ്ങനെ വരച്ച പടവലങ്ങയുടെ തൊലി പോകത്തില്ല കേട്ടോ. തൊലി കളയണല്ല, കത്തി മൂർച്ച കൂട്ടുന്നതാ. കത്തി മൂർച്ചയാക്കാനാ? ഇങ്ങനെയാ? വല്ലവന് പുല്ലുമായുധം. അത് വല്ലവനും അല്ലേ, നമ്മുടെ ചേട്ടന്റെ കാര്യമല്ലേ ഇപ്പൊ ചോദിച്ചോണ്ടിരിക്കുന്നത്. ചേട്ടൻ എവിടെ നിന്ന് വരച്ചോണ്ടിരുന്ന അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ആരും നോക്കും ചേട്ടാ? ശിഷ്യന്മാരുണ്ട്. അവിടെ പണി നടക്കുന്നുണ്ടോ? നിങ്ങൾക്ക് വിശപ്പ് തുടങ്ങി. എന്നാ സ്പെഷ്യല്? തോരനൊക്കെ ഉണ്ടോ? ഉണ്ടായിരുന്നു, സാമ്പ് തേച്ചവ പോയി. എന്ത് താരൻ? താരനല്ല, തോരൻ. അതില്ല. ചേട്ടാ 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 ചേട്ടാ, ഈ മിൽക്ക് കുക്കറും പ്രഷർ കുക്കറും വിസിലടിക്കുന്നതിന് ഇങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. അത് പ്രഷർ കുക്കറിന്റെ വിസിലല്ല, പിന്നെ പോലീസിന്റെ. എന്തിനാ? ഇന്നലെ എസ്ഐയുടെ വീട്ടിലായിരുന്നു പാചകം, എന്നെ അന്വേഷിച്ചു വന്നതാ. അദ്ദേഹത്തിന്റെ ജീവിതം ഇനി ചെകുത്താനും കടലിനും ഇടയ്ക്കാണ്. നമ്മുടെ മത്സരാർത്ഥികളുടെ ജീവിതവും അങ്ങനെ തന്നെയാണ്, ചെകുത്താനും കടലും എന്നാണ് നമ്മുടെ അടുത്ത റൗണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി ഒരുക്കിയിട്ടുണ്ട്. ആക്ടിവിറ്റിക്ക് 21 മാർക്ക്. കഥ പറയും. കഥയിൽ ചോദിക്കുന്ന 3 ചോദ്യങ്ങൾക്ക് 10 മാർക്ക്, 30 മാർക്ക്. അതാണ് ലഭിക്കേണ്ടത്. ആക്ടിവിറ്റി എന്താണെന്ന് അതിന് പറഞ്ഞുതരും. സൂചിയും നൂലും കോർത്ത് വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഇടയിൽ കൂടെ നമ്മൾ മുത്ത് കോർക്കണം. ഈ സൂചിയുടെ ഇടയിൽ കൂടെ ഇങ്ങനെ കയറ്റുക, അതിന്റെ ഇടയിൽ കൂടെ മുത്ത് കോർക്കുക, വീണ്ടും കയറ്റുക, ഇറക്കുക. അങ്ങനെ നമ്മളിങ്ങനെ കോർത്ത് പോകണം. പിന്നെ ഇതിന്റെ ഒരു റൂൾ എന്താണെന്ന് വെച്ചാൽ 1 2 3 4 നമ്മളിങ്ങനെ പിൻകുത്തി വെച്ചിട്ടുണ്ട്. ആ സെയിം വഴി കൂടെ തന്നെ വേണം നമ്മൾ ഈ മുത്ത് കോർത്ത് പോകാൻ. അതാണ് ഇതിന്റെ നിയമം. മുത്തേ മുത്തേ, സൂചി എടുത്ത് കൈ പിടിച്ചോ. ഇതിനകത്തോടെ ഇടുക, ഒരു മുത്ത് കോർക്കുക, ഇടുക. ഈ ഓർഡറിൽ ഇങ്ങനെ ഇടുക. ഓക്കെ, 1 മിനിറ്റേ ഉള്ളൂ സമയം കേട്ടോ. റെഡി? ആൻഡ് യുവർ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട്സ് നൗ. ചിക്കൻ കുനിയും എലിപ്പനിയും ഒക്കെ നമ്മളെ ഒരു കാര്യം പഠിപ്പിച്ചു. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണം. ഏറ്റവും വൃത്തിയായി വേണ്ടത് അടുക്കളയിൽ തന്നെയാണ്.
അടുക്കളയിൽ 2 തരത്തിലുള്ള വേസ്റ്റ് ബിന്നുകൾ വെക്കണം. ഒന്ന് ജൈവ അവശിഷ്ടങ്ങൾ നിക്ഷേപിക്കാൻ, രണ്ടാമത്തേത് പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങൾ നിക്ഷേപിക്കാൻ. കളയാനുള്ള സാധനങ്ങൾ കൂടി ഉണ്ടാക്കുന്ന സ്ഥലമാണല്ലോ അടുക്കള. മുത്തിന്റെ കൈ ഇങ്ങനെ വിറച്ച് പോകുന്നുണ്ട്. മുത്ത് വിറക്കേണ്ട ആവശ്യമേ ഇല്ല, ഇഷ്ടം പോലെ സമയമുണ്ട്. 30 സെക്കൻഡ് കൂടെ ബാക്കിയുണ്ട്. ഓൾമോസ്റ്റ് ഹാഫ് വേ ത്രൂ മുത്തായി കഴിഞ്ഞു. ഇത് തീർത്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 21 പോയിന്റ് മുത്തിന്റെ കയ്യിൽ ഓൾറെഡി കിട്ടി കഴിഞ്ഞു. ഇനി 20 സെക്കൻഡുകൾ മാത്രം ബാക്കി, ഇഷ്ടം പോലെ സമയമുണ്ട്. ഓൾമോസ്റ്റ് ഫിനിഷിംഗ് ലൈനിൽ മുത്ത് എത്തിയിരിക്കുകയാണ്. മുത്ത് കോർക്കാൻ മുത്ത് ഇത്ര മിടുക്കനാണെന്ന് നമ്മൾ അറിഞ്ഞിരുന്നില്ല. 10 സെക്കൻഡുകൾ കൂടി മാത്രം ബാക്കി. 9, 8, 7, 6, 5, 4, 3, 2, 1 and that's it. ഓക്കെ, ഇവിടം വരെ കഴിഞ്ഞു. 1-ൽ നിന്ന് മുത്തേ പെട്ടെന്ന് ചോദ്യങ്ങൾ ചോദിക്കാം. ഏറ്റവും വൃത്തിയാക്കേണ്ടത് എവിടെയാണ്? അടുക്കള. ഈ കഥയിൽ ഞാനൊരു സസ്തനിയുടെ പേര് പറഞ്ഞു. എലി. അടുക്കളയിൽ 2 തരത്തിലുള്ള എന്തു വേണം? അറിയത്തില്ല. ഏറ്റവും വൃത്തിയാക്കേണ്ടത് എവിടെയാണ്? അടുക്കളയിൽ. ശരിയുത്തരമാണ്. 10 മാർക്ക്. ഈ കഥയിൽ ഞാൻ പറഞ്ഞ ജീവിയുടെ പേര് എലി. ഉത്തരം ശരിയാണ്. 10 മാർക്ക്. അടുക്കളയിൽ 2 തരത്തിലുള്ള എന്ത് വേണം? വേസ്റ്റ് ബിൻ പറഞ്ഞില്ല, മാർക്കില്ല. എന്നാൽ ആക്ടിവിറ്റി 10ാം നമ്പർ വരെ പൂർത്തിയാക്കി അല്ലേ? മുത്ത് പൊക്കോളൂ, അടുത്ത ആള് വന്നോളൂ. വർഷയ്ക്ക് ഗെയിം മനസ്സിലായല്ലോ. അതുമല്ല ഒരു കാര്യമുണ്ട്. എന്താ? ഇത്രയും നേരം കണ്ണാടി വെച്ചില്ല, നൂല് കുറക്കാൻ വന്നപ്പോ ഒരു വലിയ കണ്ണാടിയൊക്കെ എടുത്തോട്ട് വരും. എന്നിട്ടാണ് നേരത്തെ യൂത്തിന്റെ പരിപാടി ഇവിടെ പറഞ്ഞോണ്ടിരുന്നത്. പിന്നെ ദേഷ്യമുണ്ട്, എടുത്തോളൂ. ആൻഡ് യുവർ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട്സ് നൗ. ഗ്രാമം കടന്ന് കാട്ടിലേക്ക് കടന്നതും യാത്രയുടെ സ്വഭാവം മാറി. ഇടയ്ക്ക് ചെറിയ ചെറിയ ഗ്രാമങ്ങൾ, ക്യാബേജ് പാടങ്ങൾ, ഇടയ്ക്ക് ചോളകൃഷി. 50 കിലോമീറ്റർ പിന്നിട്ടപ്പോൾ കൂടെ ഇറങ്ങുന്നുണ്ടായിരുന്നു. മഞ്ഞ് പുതഞ്ഞുറങ്ങുന്ന താഴ്വരകൾ, കുളിരണിഞ്ഞ കാറ്റ്, കാട്ടുപക്ഷികളുടെ അഭൗമ സംഗീതം. പെട്ടെന്നാണ് എന്റെ സൈക്കിളിന്റെ ടയർ പഞ്ചറായത്. വർഷ വളരെ ശ്രദ്ധയോടുകൂടി മുത്ത് ഓർക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ ശ്രദ്ധിച്ച് മുത്ത് ഓർത്താൽ ചിലപ്പോൾ നമുക്ക് ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഈ ആക്ടിവിറ്റി ഫുള്ള് 10 വരെ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഫുൾ പോയിന്റ്സ് കിട്ടത്തുള്ളൂ. ഇനി വർഷയ്ക്ക് 20 സെക്കൻഡുകൾ ബാക്കിയുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് നമ്മൾ പകുതി വഴി എത്തിയിട്ടേ ഉള്ളൂ. വർഷ ഇവിടെ മുത്തിന്റെ ഒരു വർഷം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇനി 10 സെക്കൻഡ് മാത്രം ബാക്കി. 9, 8, 7, 6, 5, 4, 3, 2, 1, 0 and that's it. വർഷയ്ക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. എന്ത് പാടത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്? ക്യാബേജ് പാടം. ക്യാബേജിനൊക്കെ പാടമുണ്ടോ? എവിടേക്ക് കടന്നപ്പോഴാണ് യാത്രയുടെ സ്വഭാവം മാറിയത്? കാട്ടിലേക്ക് കയറിയപ്പോ. എന്തിന്റെ ടയറാണ് പഞ്ചറായത്? സൈക്കിളിന്റെ. ആക്ടിവിറ്റിയിൽ ജയിച്ചത് താനിവിടെ ഒരു ആക്ടിവിറ്റിയിൽ ജയിച്ചത് മുത്താണ്. മുത്തിന് 21 മാർക്ക് ആക്ടിവിറ്റിയിൽ കിട്ടി. കാരണം ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്തില്ല. മുത്ത് 2 ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു, എലിയും അടുക്കളയും. അപ്പോൾ 21, 10, 31, 10, 41 മാർക്ക് മുത്തിന് കിട്ടിയിട്ടുണ്ട്. 41 മാർക്ക് മുത്തിനുണ്ടെങ്കിൽ ഈ കുട്ടി 3 ഉത്തരവും ശരി പറഞ്ഞാൽ എത്ര മാർക്ക് കിട്ടും? വിജയ് ഏകദേശം അറിയാമെങ്കിൽ പോലും ക്യാബേജ് ശരി ഉത്തരവാണ്. എവിടേക്ക് കിടന്നപ്പോഴാണ് യാത്രയുടെ സ്വഭാവം മാറിയത്? കാട്ടിലേക്ക് ശരി ഉത്തരവാണ്. എന്തിന്റെ ടയറാണ് പഞ്ചറായത്? സൈക്കിളിന്റെ ശരി ഉത്തരവാണ്. 3 ഉത്തരങ്ങൾ പറഞ്ഞു. പക്ഷേ ആക്ടിവിറ്റിയിൽ നമ്മുടെ ചെറുക്കം കയറി പെരുകിക്കളഞ്ഞു. ഇതൊരു സ്ട്രാറ്റജിയാണ്. മുത്ത് ഇവിടെ തുടങ്ങിയപ്പോൾ തൊട്ട് പാർലമെന്റ് തിരുവനന്തപുരത്താണെന്നും അങ്ങനെ ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും പറഞ്ഞു ഒന്നും അറിയാത്തവനെ പോലെ നിന്ന് അവസാനമായപ്പോൾ മറുകണ്ഠം ചാടിക്കളഞ്ഞു അല്ലേ? എന്നാൽ ഇത്രയും ബുദ്ധിയുള്ള, ഇപ്പോഴും യൗവനം കാത്തു സൂക്ഷിക്കുന്ന ചെറുപ്പക്കാരി, ഞാൻ മറക്കില്ല ഞാൻ പറയും, ചെറുപ്പക്കാരിയായ നിങ്ങൾ അവിടം വരെ മുത്തു കോർത്തപ്പോൾ, അതും തയ്യലെന്ന് പറയുന്നത് പരമ്പരാഗതമായി സ്ത്രീകൾ ചെയ്തു വരുന്ന ജോലിയാണ് അല്ലേ? ബട്ടൺസ് പിടിപ്പിക്കലൊക്കെ അവരല്ലേ ചെയ്യുന്നത്. എന്നിട്ടും ഇതാരാ നിന്റെ സൈഡാ ഞാൻ ഈ പറഞ്ഞോണ്ടിരിക്കണം. ഒന്ന് കേൾക്കാമോ? ഒന്ന് ചിരിക്കാമോ? സന്തോഷിക്കാമോ? മുത്ത് ഇപ്പോഴും വിശ്വസിച്ചിട്ടില്ല അല്ലേ?
തുടങ്ങിയത് വളരെ സ്ലോയിലായിരുന്നു. അതുമല്ല എൻ്റെ ഇവിടെ കൊണ്ട് മുട്ടിച്ചിട്ടു. ശരിക്കും ഇവിടെ എത്തിയതിനു ശേഷമാണ് ബാക്കി നൂലുകൾ നിങ്ങൾ വലിക്കാൻ തുടങ്ങിയത്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാകാം? ഇന്നത്തെ മത്സരത്തിന്റെ വിജയിയായി നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട മുത്ത് ജയിച്ചേ. അല്ല, ഇനിയെങ്കിലും നമ്മൾ മുത്തിന്റെ പേരെന്ന് പറയണ്ടേ? ശരി, അല്ലെ ഇബ്രാഹിം മുത്തെന്ന് അറിയപ്പെടും. മുത്തിന്റെ ശരിക്കും പേരെന്നൂടെ പറഞ്ഞേക്ക്. ജെറിൻ. ജെറിൻ ഈ മത്സരത്തിൽ ജയിച്ചിരിക്കുകയാണ്. മത്സരം അവസാനിക്കുമ്പോൾ പയ്യന്നൂരിൽ നിന്നെത്തി കൈ നിറയെ സമ്മാനങ്ങളുമായി പോവുകയാണ് വർഷ. എന്ത് തോന്നി ഈ സന്ദർഭത്തിൽ? സന്തോഷമുണ്ട്. ചുരിദാർ മേടിച്ചത് നഷ്ടമായില്ലല്ലോ? ഇല്ല, നഷ്ടമായില്ല. എനിക്ക് TV ചാനലിലൊന്ന് മുഖം കാണിക്കണം എന്നായിരുന്നു. അത് ഇത്രയും നേരം നിന്ന് കാണിക്കാൻ പറ്റിയില്ല. സന്തോഷം. അതിനൊക്കെ ഓഡീഷനൊക്കെ വരുമ്പോഴേ പോയപ്പോ അവര് പറയും അടിപൊളിയായി, വിളിച്ചോളാം എന്നൊക്കെ പറയും. പിന്നെ എന്നെ വിളിച്ചിട്ടേ ഇല്ല. അതുപോലെ ഇതിന്റെ ഓഡീഷന് വന്നപ്പോഴും വിളിക്കുന്നു പറഞ്ഞപ്പോ ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. പക്ഷെ വിളിച്ചു. ഞങ്ങൾക്ക് ചതിയില്ല, വഞ്ചനയില്ല. ഞങ്ങൾ കൃത്യമായ ഓഡീഷൻ, കൃത്യമായ സമ്മാനം. ഇതിൽ സ്വാധീനങ്ങൾ വഴി ആരും വരാറില്ല. വളരെ നേരെ പാടുകൾ വഴി പോകും. ഇതാണ് നമ്മൾ. കുഞ്ഞിനെ വിളിക്കാവോ? ശ്യാമേട്ടനും കുഞ്ഞു വന്ന് കൈപൊക്കി കാണിച്ചേ. രണ്ടുപേർക്കും ഓൾ ദ ബെസ്റ്റ്. ദേ മോളെ, അമ്മ കുറെ സമ്മാനങ്ങൾ കൊണ്ടുവരാൻ പോവാണ്. നന്ദിനി ആന്റി എടുത്തരും കേട്ടോ. നന്ദിനി ആന്റി സമ്മാനങ്ങൾ കൊടുക്കും. എടുത്തു കൊടുക്കുട്ടി. Gift sponsors Imbex, Innovate Your Life, Melam Masala, KP Nambudris, iFlow Honey, X Lounge, Casual Shirt, Maritus, Wedding Shopping, Zebronics, PR Speaker, Rido Dhotis and Peps Mattresses. ഹോം മിനിസ്റ്ററിന്റെ മറ്റൊരു എപ്പിസോഡ് പൂർത്തിയാകുമ്പോൾ ജെറിൻ വ്യക്തമായ പദ്ധതികളിലൂടെ കോർത്ത് പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത കാര്യങ്ങൾ മറന്ന് വിജയശ്രീലാളിതനായി ഇവിടെ നിൽക്കുകയാണ്. ഓൾ ദ ബെസ്റ്റ്. സമ്മാനങ്ങൾ ഏറ്റുവാങ്ങിക്കോളൂ. വരൂ മുത്തേ. Gift sponsors Imbex, Innovate Your Life, Melam Masala, KP Nambudris, iFlow Honey, Itaka, Shirts and Trousers, Peps Mattresses, Zebronics, PR Speaker, Forwish Mattresses and Rido Dhotis. ഞാനിവിടെ വന്നപ്പം പരിപാടിക്ക് ഭയങ്കര ആക്റ്റീവായിരിക്കണം, ഭയങ്കര തകർക്കണം, പൊളിക്കണം എന്നൊക്കെ കരുതിയാണ് വന്നത്. പക്ഷേ മത്സരത്തിൽ സമ്മാനമൊക്കെ കിട്ടി. ഓക്കെ, പക്ഷേ എന്നാ പറയുന്നത്, കുറേ സ്റ്റേജിൽ കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് നിൽക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പിഷാരി ചേട്ടൻ്റെ കൗണ്ടറൊക്കെ വന്നു കഴിയുമ്പോൾ പിന്നെ ഒന്നും നമുക്ക് പറയാൻ തോന്നത്തില്ല. എന്നാ പറയേണ്ടത്, എന്നാ പറയുന്നതെന്ന് പോലും അറിയത്തില്ല. പിന്നെ എല്ലാവർക്കും ഇതിനുവേണ്ടി സഹകരിച്ച എല്ലാവർക്കും നന്ദി.